യേശുവേ ആരാധന. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. രോഗത്തിനോ രോഗശക്തിക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ജാതികൾ നിറഞ്ഞ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയ എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാനത് കാണും, ഞാനത് അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ചിന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ, വലിയ നന്മകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്നല്ലോ. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ അത്ഭുത സാക്ഷ്യമാക്കി മാറ്റും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആരും അധൈര്യപ്പെട്ടു പോകരുതേ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കൂടെയുണ്ട്. നിരാശകൾ മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിൽ ശക്തിപ്പെട്ടാട്ടെ. കർത്താവിൽ നിങ്ങളെ തന്നെ ഒന്ന് എണ്ണിയാട്ടെ. ഞാനൊരു അത്ഭുത സാക്ഷിയാണ്, ഞാനൊരു അത്ഭുതമാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് അല്പനേരം കൊണ്ട് നിങ്ങൾ മൈക്കുകളൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് എല്ലാവരും അല്പനേരം ഒന്ന്, ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് മൈക്ക് മ്യൂട്ട് ചെയ്യുവാണ്. എല്ലാവരും ഒന്ന് നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടു വരുന്നു. പ്രത്യേകിച്ച് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്തു നിന്നാണ് കേട്ട് വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്നും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ഇന്ന് ചെയ്യുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാനും കേൾക്കുവാനും നമുക്ക് ഇടയാകും. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെയുണ്ടല്ലോ. ഇന്നലെ കേട്ട വചനം എന്താണെന്നുള്ളത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നലെ കേട്ട വചനചിന്ത നമ്മൾ തുടർച്ചയായിട്ട് വചനചിന്തയാണേ, ഒന്ന് പറയണേ. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുക. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു അകത്ത മനുഷ്യൻ അഥവാ ആത്മ മനുഷ്യനെ ശക്തിപ്പെടുത്തുക എന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നല്ലേ. ഒന്നും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഒന്നും കൂടെ ഒന്ന് ഒരു നിമിഷം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്.
നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേട്ടു വരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ബലപ്പെടുന്നു. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമ്മളെ സാക്ഷ്യമാക്കുന്നതാണ്. നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് സാധ്യതകൾ, നമ്മുടെ ജീവിതത്തിലെ സാധ്യതകളെ തിരിച്ചറിയുവാൻ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക തന്നെ വേണം. ഇന്ന് നമുക്കതിനായിട്ടൊരു വാക്യം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. നിങ്ങൾക്കിവിടെ ആ വചനഭാഗത്ത് ഞാനൊന്ന് കാണിക്കാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എഫേസ്യ ലേഖനത്തിൻ്റെ അകത്തും തന്നെ അതിൻ്റെ 5-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് സമർപ്പിക്കുന്നു. നിങ്ങൾക്കവിടെ അത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ നോക്കി, നമുക്ക് പരിചിതമായ വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നൊരു വാക്യം ഇതാണ്: വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. നോക്കിക്കേ, ആദ്യം തന്നെ പൗലോസ്ലീഹ പറയുകയാണ്, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ നമുക്ക് പാപം ചെയ്യുന്നുണ്ടല്ലോ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദുർനടപ്പുണ്ടാകുന്നല്ലോ, ആത്മാവിൽ നിറഞ്ഞവരായി. നോക്കിക്കേ, വചനം നോക്കിയേ, ആത്മാവിൽ നിറഞ്ഞവരായി. അപ്പോൾ ആത്മാവിൽ നിറയുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആത്മാവിൽ നിറഞ്ഞ്, അടുത്ത വാക്യത്തിൽ പറയുന്നു, സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യുവിൻ. ഹല്ലേലൂയ. അടുത്ത നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണേ, വീഞ്ഞ് കുടിച്ച് മത്തു പിടിക്കരുത്. അടുത്ത വാക്യത്തിൽ പറയുന്നത് ആത്മാവിൽ നിറയണം. ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ നമുക്കറിയാം ആത്മാവിൻ്റെ നിറയുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒരു പാത്രത്തിൽ വെള്ളം നിറയുക എന്ന് പറഞ്ഞാൽ വെള്ളം ആ പാത്രത്തെ എന്ത് ചെയ്യുന്നു? ഓവർകം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ശൂന്യമായൊരു പാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുക, അത് ഗ്ലാസ്സോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ വെച്ചിരിക്കുക. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് ഞാൻ വെച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് അതൊരു പാത്രമാണ്, അല്ലേ? ആ പാത്രം വെറും ഒരു പാത്രമാണ്. പക്ഷേ ആ പാത്രത്തിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതൊരു വെറും പാത്രമായിരുന്നു. ഇപ്പോൾ വെള്ളം നിറഞ്ഞ പാത്രമാണ്. നോക്കിക്കേ, വെറും പാത്രം വെള്ളം നിറഞ്ഞ പാത്രമായിട്ട് അത് മാറുകയാണ്. ഇപ്പോൾ വെറും പാത്രമായിരുന്നതിൻ്റെ മേൽ ഇപ്പോൾ വെള്ളം എന്ത് ചെയ്തു? നിറഞ്ഞു. അപ്പോൾ ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് നിങ്ങൾ വരിക, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നിങ്ങൾ വരിക. അതാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ആ ഉദാഹരണം പറയാറുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി വായിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാരുടെ വചനത്തിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്, അവർ ആത്മാവിൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് അവർ പോയി. അവർ വീഞ്ഞു കുടിച്ച് മത്തു പിടിച്ചവരെ പോലെ, വീഞ്ഞു കുടിച്ചിട്ടില്ല, മത്തു പിടിച്ചിട്ടില്ല, അവരെ പോലെ അവർ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അവിടെ നിങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റും, അവിടെ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ, നിങ്ങൾ ആ വാക്ക് കണ്ടോ? സങ്കീർത്തനങ്ങളാൽ നിറഞ്ഞു എന്നല്ല, ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചുകൊണ്ട്. നമ്മൾ ഇന്നലെ കേട്ടു, അകത്ത മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തണം. അകമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്തണം, പുറമേയുള്ള മനുഷ്യനല്ല, അകമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്തണം. അകമേയുള്ള മനുഷ്യനെ എങ്ങനെയാണ് നാം ബലപ്പെടുത്തുന്നത്? അകമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുവാൻ ഇന്നലെ നമ്മൾ കേട്ട്, ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. ഇവിടെ നമ്മുടെ മുമ്പിൽ പലപ്പോഴും ദൈവികമായ സാധ്യതകളെ നാം തിരിച്ചറിയുന്നില്ല, ദൈവികമായ പദ്ധതികളെ നാം മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ചുറ്റുവട്ടം എന്നെ എന്ത് ചെയ്യുവാൻ നോക്കുന്നു? ലോകത്തോട് അനുരൂപരാക്കുവാൻ നോക്കുന്നു. ഇനി നോക്കി, ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് വരിക. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം മാനുഷികമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ സാധ്യത ദൈവത്തിലാണ്. ഇന്ന് ഈ കൂടുന്ന ആളുകൾ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വരാൻ എന്താണ് കാരണം? കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി വരാൻ എന്താണ് കാരണം? നിങ്ങൾക്ക് എവിടെയൊക്കെയോ മാനുഷിക തലമല്ലാത്തൊരു സാധ്യത കേൾക്കുന്നു. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനുഷ്യൻ പറയുന്ന വാക്കിനേക്കാൾ ദൈവം പറയുന്ന വാക്കിലേക്ക് നിങ്ങൾ കണ്ണോടിക്കുന്നതിൻ്റെ കാരണം, നിങ്ങളുടെ ചിന്തകൾ വരുന്നതിൻ്റെ കാരണം നിങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, അത്ഭുതം എന്ന വാക്ക് കാരണം.
അതായത് സാധാരണമായി നടക്കാൻ ഒരു സാധ്യതയില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ നടക്കുവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇന്നലെയൊക്കെ കേൾക്കാൻ ഇടയായി തീർന്നല്ലോ, ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ കേൾക്കാൻ ഇടയായി തീർന്നു. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച സാക്ഷ്യങ്ങൾ. അപ്പോൾ ഇത് നടക്കുന്നത് എങ്ങനെയാണ്? മാനുഷിക ബുദ്ധിയാലല്ല, ദൈവാത്മാവിനാൽ. അപ്പോൾ ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും മനസ്സുമൊക്കെയും ദൈവത്താലുള്ള കണക്ഷനിലേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ രോഗവിഷയം, കടഭാര വിഷയം, ലോകവിഷയം, കുടുംബ വിഷയം, സമാധാനമില്ലാത്ത വിഷയങ്ങൾ. ഇവിടെയൊക്കെയും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവത്താൽ എനിക്കൊരു അത്ഭുതം ഉണ്ടാകും എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ കൺട്രോളിൽ എങ്ങനെ വരുന്നറിയാവോ? എങ്ങനെയാണ് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ ചിന്തകളെ ദൈവാത്മാവ് സ്വാധീനിക്കും. അവൻ്റെ ചിന്തകൾ എപ്പോഴും ദൈവീകമായിട്ടുള്ള ചിന്തകളായിരിക്കും. അപ്പം ദൈവീകമായിട്ടുള്ള ചിന്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവീകമായിട്ടുള്ള ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ദൈവീകമായിട്ടുള്ള ചിന്ത? ദൈവികമായിട്ടുള്ള ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കും നമ്മൾ തെറ്റ് ചെയ്യാതെ പാപം ചെയ്യാതെ, അത് നല്ലതാണ് കേട്ടോ, അതൊന്നും തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവികമായ ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് മുഴുവനും ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരന്തരീക്ഷം. ഞാനത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പഴയ നിയമത്തിൽ നമ്മളെപ്പോഴും പലപ്പോഴും ഒക്കെ പറയുന്ന ഒരു ഉദാഹരണമാണ് ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് എന്ത് ചെയ്തു? പിടിച്ചിട്ടു. ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിലിട്ടിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ദാനിയേൽ നിലവിളിക്കേണ്ടതാണ് അല്ലേ? പക്ഷെ ദാനിയേലിൻ്റെ നിലവിളി അവിടെ കേട്ടില്ല. ദാനിയേൽ കാറുന്നതോ കൂകുന്നതോ വേദന കൊണ്ട് പിടയുന്നതോ ആയിട്ടുള്ള ഒരു ശബ്ദവും കേൾക്കാത്തത് കൊണ്ട് നെബൂഖദ്നേസർ രാജാവ് അതിരാവിലെ വന്നുകൊണ്ട് എന്ത് ചെയ്തു? ആ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദാനിയേലേ, ദാനിയേലേ, നീ സേവിക്കുന്ന നിൻ്റെ ദൈവം സിംഹത്തിൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിന്നെ സൂക്ഷിച്ചോ എന്ന് അവിടെ ഉറക്കെ ചോദിക്കുകയാണ് നെബൂഖദ്നേസർ രാജാവ്. എന്തുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവ് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്? അതിൻ്റെ കാരണം നെബൂഖദ്നേസർ രാജാവ് കരുതി അവൻ്റെ ഒച്ച കേട്ടില്ല, ശബ്ദം കേട്ടില്ല, ഇനിയിപ്പം നിലവിളിച്ചേക്കാം പകലെപ്പോഴേലും. അദ്ദേഹം അത് ശ്രദ്ധിച്ച് ചിലപ്പം അദ്ദേഹം കൊട്ടാരത്തിലാണല്ലോ, ഇനി ഒരനക്കവും കേൾക്കാതിരുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ച് സിംഹം അദ്ദേഹത്തെ തീർത്തു, ദാനിയേലിനെ അവസാനിപ്പിച്ചു, ദാനിയേലിൻ്റെ ചരിത്രം തീർത്തു എന്ന് സിംഹത്തിന് അല്ലെങ്കിൽ രാജാവിന് തോന്നിയതുകൊണ്ട് രാജാവ് ചോദിക്കുകയാണ്, നീ സേവിക്കുന്ന നിൻ്റെ ദൈവം. അപ്പോൾ എനിക്കൊരു ചിന്തയാണ്, എന്തുകൊണ്ടാണ് ദാനിയേലേ നീ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കാതെ, ദാനിയേലേ നീ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കാതെ, നീ സേവിക്കുന്ന നിൻ്റെ ദൈവം. എനിക്ക് ആ വാക്യം ഒന്ന് ആരെങ്കിലും ഒന്ന് എടുത്തു കാണിക്കാവോ? ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് നീ സേവിക്കുന്ന നിൻ്റെ ദൈവം സിംഹത്തിൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം 6:20 അല്ലേ, സിംഹത്തിൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിന്നെ സൂക്ഷിച്ചുമോ എന്ന് ചോദിക്കുന്ന ഒരു രംഗം നമുക്കവിടെ കാണാൻ പറ്റും. അപ്പം അവിടെ രാജാവിന് പോലും മനസ്സിലായി ഈ ദൈവഭക്തനായ ദാനിയേൽ സാധാരണഗതിയിൽ നമുക്കറിയാം സിംഹത്തിൻ്റെ മുമ്പിലേക്ക് പെട്ടുകഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഈ സിംഹം എന്ന് പറഞ്ഞാൽ ഇവർ പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ലോക ചരിത്രത്തിൽ ഇവരാണ് സിംഹത്തെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത്. ശത്രുവിൻ്റെ മുമ്പിലേക്ക് ഇവരെന്ത് ചെയ്യും? ഈ ട്രെയിൻഡ് ആയിട്ടുള്ള സിംഹങ്ങളെ അഴിച്ചുവിടും. ശത്രുവിന് എന്ത് ചെയ്യും? ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും എന്താ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് ട്രെയിനിങ് കൊടുത്തെന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. ഇതിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ മനുഷ്യൻ, ഇവർക്കറിയാം ഉറപ്പായിട്ടും ഈ സിംഹം വലിച്ചു കീറി എന്താ പറയും, ചാമ്പലാക്കി മാറ്റും, പിച്ച് ചീന്തി. പക്ഷേ എങ്കിലും നെബൂഖദ്നേസർ രാജാവിൻ്റെ അകത്തൊരു പ്രതീക്ഷ, ഇനി ഇവൻ സേവിക്കുന്നൊരു ദൈവം, നോക്കിക്കേ, ഇവൻ സേവിക്കുന്നൊരു ദൈവത്തിന് ഇവനെ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്നും വിടുവിക്കുവാൻ കഴിയും. ഞാൻ ചോദിച്ചോട്ടെ, യഹോവ ഭക്തനല്ലാത്ത ഈ മനുഷ്യൻ എങ്ങനെ മനസ്സിലായി ദാനിയേലിന് സിംഹത്തിൻ്റെ കുഴിയിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന്? എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണം ഇതാണ്, നിങ്ങളുടെ ആത്മീയ. അപ്പോൾ ഞാൻ ചിന്തിക്കുക, ദാനിയേൽ വാ തുറന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. ദാനിയേൽ എപ്പോഴും സംസാരിക്കുന്നത് അറിയാവോ? അയ്യോ സിംഹം വന്നാൽ നമ്മൾ എന്നാ ചെയ്യും എന്നല്ല പറയുന്നത്. ഞാൻ ചിന്തിക്കുകയാണ്, ദാനിയേൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൊട്ടാരത്തിൽ പറഞ്ഞു നടക്കുന്നത്. നമ്മളാണെ പറഞ്ഞാൽ ചിട്ടിക്കാരൻ കിട്ടിയില്ലെങ്കിൽ ആ കടം എങ്ങനെ വീട്ടും? ആ മൈക്രോ ഫിനാൻസ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത്? ദൈവമേ, മൈക്രോ ഫിനാൻസ്. അപ്പം ഇത് എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്.
അപ്പോൾ മൈക്രോ ഫിനാൻസ് കിട്ടിയില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും, നീ സേവിക്കുന്ന നിൻ്റെ ദൈവം എന്ത് ചെയ്തില്ലല്ലേ, അത് കിട്ടാനൊരു സാധ്യതയില്ലല്ലേ. അപ്പം നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള കണക്ഷനുകളിൽ നിൽക്കുമ്പോൾ അവിടെ എന്താണെന്ന് പറയുക, ആത്മനിറവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവീകമായിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കുന്നവരായിത്തീരും. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവ് വന്ന് ചോദിച്ചത്, നീ സേവിക്കുന്ന നിൻ്റെ ദൈവത്തിന് ഈ നെബൂഖദ്നേസർ രാജാവിൻ്റെ, നോക്കി ആ വാക്യം തന്നെയാണെന്ന് അറിയത്തില്ല, നോക്കട്ടെ. നോക്കിക്കേ, ഗുഹയിലരികെ എത്തിയ അവൻ ദുഃഖശബ്ദത്തോടെ, ദാനിയേലോട് സംസാരിച്ച്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹത്തിങ്ങളെ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. എങ്ങനെയാണ് സിംഹത്തിൻ്റെ കൂട്ടിക്കിടക്കുന്ന വ്യക്തിയെ ആര് രക്ഷിക്കാനാ? പക്ഷെ നെബൂഖദ്നേസർ രാജാവിൻ്റെ അകത്തൊരു സംശയം, ഇവൻ ചില്ലറക്കാരനല്ല, ഇവൻ വിടുവായി പറയുന്നവനല്ല, ഇവൻ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചുവോ എന്ന് പുള്ളിക്കൊരു സംശയം. അതിൻ്റെ അർത്ഥം ഒരു വിശ്വാസം. അതുകൊണ്ട് ചോദിക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിക്കുന്ന നിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ഉടനെ 21-ാമത്തെ വാക്യത്തിൽ സിംഹങ്ങൾ സകലരെയും ചീന്തിക്കളഞ്ഞ ചരിത്രമുണ്ട്. പക്ഷേ അവിടുന്ന് ഒരു മറുപടി നിങ്ങൾ കേട്ട് നോക്കിയേ. ദാനിയേൽ രാജാവിനോട്, രാജാവേ, ദീർഘായുസ്സോടിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേട് വരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വാ അടച്ചു. ഇതൊക്കെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സിംഹത്തിൻ്റെ വായടയ്ക്കുന്ന ദൂതന്മാരുണ്ടോ? സിംഹത്തിൻ്റെ വാ മനുഷ്യന് പൂട്ടാൻ പറ്റുമോ? 3-4 സിംഹത്തിങ്ങളുടെ ഇടയിലേക്ക് പെട്ടുകഴിഞ്ഞാൽ മാംസമുള്ള മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരിക്കലും കഴിയത്തില്ല. പക്ഷെ ദാനിയേൽ പറയുവാണ്, എൻ്റെ ദൈവം വാ അടപ്പിക്കുന്ന ദൈവമാണ്. ആമേൻ. അപ്പോൾ ഇതുകൊണ്ടാണ് ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ചിന്തകളൊക്കെയും ദൈവീകമായിട്ടുള്ള ചിന്തകൾ. അപ്പോൾ ഈ ദൈവീക ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ ആത്മീയന് കഴിയത്തില്ല. അവൻ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. സിംഹത്തിൻ്റെ കൂട്ടിപ്പെട്ടാൽ നമ്മൾ പറയും അതോ ഗതി. പക്ഷേ ആത്മീയൻ പറയും, ഇനി അഥവാ എന്നെ ആരെങ്കിലും ഉന്തിത്തള്ളി സിംഹത്തിൻ്റെ കൂട്ടിക്കൊണ്ടിട്ടാൽ ദൂതന്മാർ വന്ന് അതിൻ്റെ വാ അടയ്ക്കും. കണ്ടോ? അപ്പോൾ നിങ്ങളെപ്പോഴും ചിന്തിക്കും, നിങ്ങളുടെ സംസാരങ്ങൾ, അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളല്ല. FSC ലേഖനത്തിലേക്ക്, ആ വാക്യത്തിലേക്ക് ഒന്ന് ഓടി വരുവാണ്. ഇതുകൊണ്ടാണ് പ്രാർത്ഥനയുടെയും കൂട്ടായ്മയുടെയും പ്രാധാന്യം. വീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ച് നടക്കരുത്. കള്ളു കുടിച്ച് നടക്കുന്നവൻ പറയും സമാധാനം കിട്ടാൻ വേണ്ടി കള്ളു കുടിക്കുന്നു. ഒരു സമാധാനം കിട്ടാൻ പോകുന്നില്ല. അവൻ മത്ത് പിടിച്ച് അവൻ പാപത്തിലേക്ക് പോകുന്നു, ദുർനടപ്പിലേക്ക് പോകുന്നു. നിങ്ങളോട് പറയുകയാണ്, ആത്മാവിൽ നിറയുക. ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ചിന്തിക്കാൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്ലാസിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് നിറച്ചു നിങ്ങൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ അത് കുറച്ച് മുമ്പേ വരെ അതൊരു ഗ്ലാസ് ആയിരുന്നു, ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഗ്ലാസ്സായി മാറി. നോക്കിക്കേ, കുറച്ച് മുമ്പേ വരെ അതൊരു ഗ്ലാസ് ആയിരുന്നു, ഇപ്പോൾ ആരും എന്ത് ചെയ്യത്തില്ല, അവിടെ ഒരു ഗ്ലാസ് ഇരിക്കുന്നു പറയത്തില്ല, ആ വെള്ളം നിറച്ച ഗ്ലാസ് ആണോ എന്ന് ചോദിക്കും, അല്ലേ? കണ്ടോ വ്യത്യാസം? മനസ്സിലായോ? എന്താ അവിടെ സംഭവിച്ചത്? ഗ്ലാസിനെ വെള്ളം ഓവർകം ചെയ്തു, അല്ലെങ്കിൽ ഗ്ലാസിനെ വെള്ളം ടേക്ക് ഓവർ ചെയ്തു. ഇതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചിന്തകൾ അങ്ങനെയുള്ളതായി മാറണം. എങ്ങനെ ചിന്തിക്കേണ്ടത്? ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നതും പറയുന്നതും പോലെ നിങ്ങൾ പറയുന്നതുമെങ്കിൽ ആത്മാവിൽ നിങ്ങൾക്ക് നിറയുവാൻ കഴിയത്തില്ല. സാധാരണക്കാരൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അവർ പറയുകയാണ്, ഈ കാര്യമൊക്കെ എന്നാ ചെയ്യണം, ഡോക്ടർ എന്നാ പറഞ്ഞു, ഡോക്ടർ പറയുന്നു രക്ഷപ്പെടത്തില്ല. ആണോ? പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരല്ല. ആത്മാവിൽ നിറഞ്ഞവരുടെ പ്രത്യേകത ദൈവത്തിലുള്ള സാധ്യതകളെ അവർ സംസാരിക്കുന്നവരാ. അതുകൊണ്ടാണ് ദാനിയേലിനെ ഇട്ട സിംഹത്തിൻ്റെ കുഴിയിലേക്ക് വന്ന നെബൂഖദ്നേസർ രാജാവിൻ്റെ അതിദുഃഖത്തോടെയാണ് മനുഷ്യൻ വരുന്നതെങ്കിൽ അയാളുടെ ഉള്ളത്തിൽ നോക്കിക്കേ, അയാൾ വിശ്വാസിയല്ല, യഹോവ ഭക്തനല്ല, യഹോവയെ ആരാധിക്കുന്നയാളല്ല, യഹോവ പള്ളിയിൽ കൂടുന്നയാളല്ല. പക്ഷേ അദ്ദേഹം അന്യ ദൈവത്തെ ആരാധിക്കുന്ന വിഗ്രഹാരാധനയായ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഉള്ളത്തിൽ ഒരംശം പറയുന്നു, ചിലപ്പോൾ ഇവൻ സേവിക്കുന്ന ദൈവം ഇവനെ വിടുവിക്കും. കണ്ടോ?
വിശ്വാസിയല്ല ഈ പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, അവിശ്വാസിയായ ദുഷ്ടനായ നെബൂഖദ്നേസർ രാജാവിന് ഇത്രയെങ്കിലും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഇത്രയെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എത്ര അധികം സംസാരിക്കുന്നവരാകണം. ഇതാണ് ആത്മാവിൽ നിറയുക. ഞാൻ പറഞ്ഞല്ലോ, പകുതി വെള്ളം ഒഴിച്ചാൽ അത് പകുതി വെള്ളമാണ്. ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട്. എന്നാൽ ആ വെള്ളം നിറയുന്നത് എപ്പോഴാണ്? വെള്ളത്തിന് അളവ് കൂടുമ്പോഴാണ്. ഗ്ലാസ്സിനേക്കാൾ വെള്ളത്തിനൊരു അപ്പോൾ അവിടെ നോക്കുമ്പോൾ വെള്ളമാണ് ഇപ്പം മുമ്പിൽ നിൽക്കുന്നത്, ഗ്ലാസ് അല്ല. ഒഴിഞ്ഞ ഗ്ലാസ് ആർക്കും വേണ്ടല്ലേ. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന ഒഴിഞ്ഞ ഗ്ലാസ് വെച്ച് ഒരു വിലയില്ല ഗ്ലാസ്സിന്. നല്ല ഒന്നാന്തരം കുപ്പി ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് എന്തും ആയിക്കോട്ടെ, ഡിസ്പോസിബിൾ എന്തും ആയിക്കോട്ടെ, അത് കൊണ്ടുവന്ന് ഇങ്ങനെ മേശയിൽ നിരത്തി വെച്ചിരിക്കുക. എന്ത് ഭംഗി കാണാൻ. ഞാൻ ചോദിച്ചോട്ടെ, വല്ലോ ഗുണമുണ്ടോ? വല്ലോ ഗുണമുണ്ടോ? ഒന്ന് പറഞ്ഞേ, വല്ലോ ഗുണമുണ്ടോ? ഒച്ച പോയോ നിങ്ങളുടെ? ആമേൻ. അപ്പൊ എത്ര വില കൂടിയ ഗ്ലാസ് ആണെങ്കിലും അത് ചുമ്മാതിരുന്നാൽ അതിൻ്റെ വില, പക്ഷെ അതിൻ്റെ മേൽ ജ്യൂസോ വെള്ളമോ ചായയോ പാലോ കാപ്പിയോ എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വില മാറും. അതിന് ആവശ്യക്കാർ വരും. നോക്കിക്കേ, ഒഴിഞ്ഞ ഗ്ലാസിൻ്റെ മേൽ പായസമോ വെള്ളമോ ജ്യൂസോ ഒഴിച്ചാൽ ആവശ്യക്കാർ തപ്പിപ്പിടിച്ചു വരും. ഇതേപോലെ നിങ്ങൾ ആത്മാവിൽ നിറയുന്നുവെങ്കിൽ നിങ്ങളുടെ അകത്ത് സാധ്യതകൾ തുറന്നു വരും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നെബൂഖദ്നേസറിൻ്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ തന്നെ ദാനിയേൽ സംസാരിക്കുന്ന എന്തായിരിക്കും അറിയാവോ? ഇനി എന്തൊക്കെ പ്രതികൂലം വന്നാലും യഹോവ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഇവർ സിംഹത്തിൻ്റെ കൂട്ടി പിടിച്ചിടുന്നത്. അന്യവിഗ്രഹത്തെ ആരാധിക്കുന്നത് കാരണം മാത്രമല്ല, ഇവരുടെ മുമ്പിൽ ദാനിയേൽ ഒരു ശല്യക്കാരനാണ്. കാര്യം ഇവർ വലിയ വലിയ കാര്യങ്ങൾ, കൊട്ടാരത്തിലെ കാര്യങ്ങളും വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന കാര്യങ്ങളും നെബൂഖദ്നേസറിൻ്റെ വലിയ ബിംബത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ദാനിയേൽ പറയും, ഞാൻ സേവിക്കുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ, കണ്ടോ? ആ ദൈവം ആരാന്നറിയാവോ? ആ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ് കേട്ടോ. ആഹാ, അത്രയ്ക്കാണോ നിൻ്റെ ദൈവം? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഈ ബിംബത്തെ മുട്ടുമടക്കാത്ത എല്ലാത്തിനെയും പിടിച്ച് കുഴിക്കാത്തോട്ട് ഇടാൻ വേണ്ടി പറയുന്ന സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോഴും ദാനിയേൽ മുറുക്ക പിടിക്കുന്നുണ്ട്. ദാനിയേലിന് വേണമെങ്കിൽ പറയായിരുന്നു, ഓക്കെ നെബൂഖദ്നേസർ എങ്കിൽ നെബൂഖദ്നേസർ അവിടെ അങ്ങ് വീണ് നമസ്കരിച്ചേക്കാം. ഇല്ല, ആത്മാവിൽ നിറയുന്നവന് ഭയം വരത്തില്ല. ആത്മാവിൽ നിറയുന്നവന് പിന്മാറാൻ കഴിയത്തില്ല. ആത്മാവിൽ നിറയുന്നവൻ അറിയാം, ഇവിടെയും ഒരു സാധ്യത എൻ്റെ ദൈവം തുറക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രശ്നം വരുമ്പോൾ സാധ്യതകളെപ്പറ്റി പറയുന്നവരാകരുത്. ആത്മാവിൽ നിറയണമെങ്കിൽ നിങ്ങൾ ദൈവികമായിട്ടുള്ള സാധ്യതകളെ ചിന്തിക്കുന്നവരാകണം. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, 2012 പൂർണ്ണമായിട്ടും സുവിശേഷം പറയുവാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ഇറങ്ങിത്തിരിച്ച സമയത്ത് പലപ്പോഴും ചോദ്യങ്ങൾ, വലിയ ചോദ്യമാണ് ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, ഇങ്ങനെ വലിയ ചോദ്യങ്ങളാണ്. പക്ഷേ അന്ന് മുതൽ ഞാൻ ആത്മാവിൽ ചിന്തിക്കും. അതൊരു കൃപയാണ് കേട്ടോ, കഴിവല്ല. നമ്മുടെ ദൈവം ഒരു കൃപ തന്നു. അന്ന് മുതൽ ഞാൻ വലിയ വലിയ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആ ചിന്ത അപ്പോൾ ഞാൻ ചിന്തിച്ച്, ഞാനൊരു സാധാരണക്കാരനെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന ചോദ്യം കറക്റ്റാണ്. എങ്ങനെ ജീവിക്കും? ഞാൻ വിശ്വസിച്ച് എൻ്റെ കലത്തിൽ അരി വരും. എവിടുന്ന് വരും? എങ്ങനെ വരും? കലത്തിൽ അരി വരണമെങ്കിൽ കൊയ്യാൻ വേണ്ടി പോകണമെങ്കിൽ നെല്ല് വിതയ്ക്കണമെങ്കിൽ ട്രാക്ടർ കൊണ്ട് നില ഉഴുതണം. ഇത് ഉഴുത് മറിച്ച് വിത്ത് വിതച്ച് മഴ കൊണ്ട് നനച്ച് ശേഖരിച്ച് കളപ്പുരയെ കൊണ്ടുവന്ന് കാശ് കൊടുത്ത് മേടിച്ചെങ്കിലേ കലത്തിൽ അരി വരത്തുള്ളൂ. ഇതുകൊണ്ടാണ് ആൾക്കാർ ചോദിച്ചത്, കാശ് വേണ്ടേ? ചുമ്മാ സുവിശേഷം പറഞ്ഞ് നടന്നാൽ എങ്ങനെ ജീവിക്കും? അന്നു മുതൽ വിളിച്ചു പറയാൻ തുടങ്ങി, വിശ്വസിക്കാൻ തുടങ്ങി. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉയർച്ച തന്നെ പ്രാപിക്കും, വാരി വിതറി കൊടുക്കും, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഇത് പറയുകയും ചിന്തിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ നടക്കും. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ കലം നിറഞ്ഞിരിക്കുന്നതായിട്ട് വിശ്വസിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ തുടങ്ങി. അസാധാരണമായ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് ചിന്തിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നാം ആത്മാവിൽ കൺട്രോൾഡ് ആകുന്നത്. കാര്യം പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നില്ല എങ്കിൽ ആത്മനിറവിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യുവാൻ കഴിയത്തില്ല. നിങ്ങൾ ആ വാക്ക് നോക്കിക്കേ, പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് നോക്കിക്കേ. നിങ്ങൾ 17 വാക്യം മുതലാണ്, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്.
ആ വാക്ക് കണ്ടോ? ബുദ്ധിഹീനർ മത്തരാകരുത്. ഈ രണ്ടും നോക്കിക്കേ, ഇത് രണ്ടും മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലേ. വീഞ്ഞ് കുടിക്കുന്ന പുള്ളി, നമ്മൾ ഓർത്തില്ലേ, കള്ള് കുടിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ എന്നാ ഡീസൻ്റാ. രാവിലെ പോകുന്ന കണ്ടാൽ ആരെങ്കിലും പറയുമോ വൈകുന്നേരം ഉള്ള വസ്ത്രവും ഉരിഞ്ഞു കളഞ്ഞ് ഡാൻസ് ചെയ്യുന്ന ആളാന്ന്? പണ്ടൊരു സഹോദരി പറഞ്ഞതുപോലെ, ബ്രദറെ, എൻ്റെ അച്ചായൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ എന്നാ നല്ല മനുഷ്യനെന്നറിയോ, തിരിച്ച് വരുമ്പോൾ മുണ്ട് ആ പൈപ്പും ചോട്ടിലും ബാക്കി പേഴ്സും ഒക്കെ ആരെങ്കിലും കൊണ്ട് പെറുക്കി തരുമോ. കണ്ടോ, പോയതെങ്ങനെ ടിപ്പ് ടോപ്പിലാണ് പോയത്. നേരം വെളുത്തപ്പോൾ അച്ചാച്ചൻ്റെ മാനസാന്തരം, ഇനി മേലെ ഞാൻ കുടിക്കത്തില്ല, നാണക്കേട്, പെൺപിള്ളേരൊക്കെ ഉള്ളതല്ലേ. വൈകുന്നേരമാകുമ്പോൾ പിന്നെ ഇത് തന്നെയാണ്. നോക്കിക്കേ, എന്താ ഇവിടെ സംഭവിക്കുന്നത് അറിയാമോ? മനസ്സിൻ്റെ അകത്ത് മത്തു പിടിക്കുകയാണ്, മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. ബുദ്ധിഹീനർക്കും സംഭവിക്കുന്ന അതല്ലേ. അവരുടെ മനസ്സിൻ്റെ അകത്തെ ചിന്തകൾക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു? മാന്ദ്യം സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ നിങ്ങൾ ആത്മാവിൽ ചിന്തിക്കുന്ന, അപ്പോൾ ചിന്താമണ്ഡലങ്ങളാണ് ഈ മനസ്സിൻ്റെ അകത്തുള്ള പ്രത്യേകത. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളിങ്ങനെയൊക്കെ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മിറക്കിൾ മണി ഇത്രയും നാളും നമ്മൾ കൂട്ടായ്മയിൽ ഒത്തിരി മിറക്കിൾ മണി വന്നു. ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുമെന്ന് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അഥവാ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ? ഇത്രയും ആഴമായി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു സാധ്യത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? അപ്പം അങ്ങനെ ഒരു സാധ്യത കേട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാശില്ലാതെ വന്നപ്പോഴേക്കും കണ്ടവരുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ മടിയായതുകൊണ്ട് വേറെ ഒരു വഴിയുമില്ല. മനസ്സിൻ്റെ അകത്ത് വന്ന വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. എൻ്റെ കർത്താവ് എലിയാവിന് വേണ്ടി കാക്കയെ ഒരുക്കിയല്ലോ, അങ്ങനെയെങ്കിൽ പത്രോസ് ലീഹായ്ക്ക് വേണ്ടി മീൻ്റെ അകത്ത്, നോക്കിക്കേ, മീൻ്റെ അകത്ത് അവർക്ക് വേണ്ട കര കുടയ്ക്കാൻ വേണ്ടിയുള്ള തുക വെച്ചല്ലോ, അങ്ങനെയെങ്കിൽ എൻ്റെ അകത്ത് കയ്യിലുള്ളത് മീനൊന്നുമില്ല, പകലൊരു പേഴ്സാണ്. മീൻ്റെ അകത്ത് വെക്കാമെങ്കിൽ പേഴ്സിൻ്റെ അകത്ത് വരാമേലേ. നോക്കിക്കേ, മീൻ്റെ അകത്ത് വരാമെങ്കിൽ പേഴ്സിൻ്റെ അകത്തും വരാമേലേ. വല്ലവരോടൊന്നും വായ്പ മേടിക്കുമ്പോഴേക്കും അവർ പറയും, നീ വലിയ സുവിശേഷ വേലയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നാണമില്ലേ ഞങ്ങളുടെ മുമ്പിൽ കൈ നീട്ടാൻ. ഇത് കേൾക്കുമ്പോൾ ദൈവത്തിനല്ലേ നാണക്കേട്? എൻ്റെ ദൈവം നാണം കെടുത്തുന്ന ദൈവമല്ല. വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി അവർ ലജ്ജിച്ചു പോയില്ല. കണ്ടോ, ഇത്രയും വലിയ വചനം കിടക്കുമ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ പോയി എനിക്ക് അരി മേടിക്കാൻ കാശ് തരാമോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ കാശ് തരും. മാറി എന്നുകൊണ്ട് ചിലപ്പോൾ പറയും, നേരെ നോക്കി പറയും, നാണമില്ലേ ഈ യേശുവിൻ്റെ പുറകെ നടന്നിട്ട് നിനക്കൊന്നുമില്ലേ, ലജ്ജിച്ചില്ലേ? ഞാൻ വിശ്വസിച്ച കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നല്ലോ നീ ലജ്ജിച്ചു പോകത്തില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, അവരുടെ മുമ്പിൽ പോയി കൈ നീട്ടിയാൽ ഞാൻ ലജ്ജിച്ചു പോകുമെങ്കിൽ എൻ്റെ പേഴ്സിൽ നന്മ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ പേരാണ് മിറക്കിൾ. നോർമലി ഇത് സംഭവിക്കത്തില്ല. നോർമലി ഒരു പേഴ്സിലും ഇന്നേ വരെ കാശ് പെരുകിയിട്ടില്ല, വന്നിട്ടില്ല. ഇനി അത് നടക്കുന്നതിൻ്റെ പേരാണ് അത്ഭുതം. അതിനൊരു പേരിട്ടു മിറക്കിൾ മണി. കണ്ടോ, മിറക്കിൾ മണി. അത് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. ഇതെല്ലാം കൃപയാണ് കേട്ടോ പ്രിയരെ. നിങ്ങൾ ചിന്തിക്കറിയോ, ബ്രദറിന് എന്നാ വിശ്വാസമാണ്? ഇതെല്ലാം കർത്താവ് ദാനം തന്നതാണ്. നമ്മളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് കഴിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. കഴിവുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ വലിയ വലിയ കഴിവുള്ളവരൊക്കെയാണ് നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ ഐസക് ന്യൂട്ടനെ പോലെയൊക്കെ ചിന്തിച്ചേനെ, നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയൊക്കെ ചിന്തിച്ചേനെ. നമ്മൾ വലിയ വലിയ ആൾക്കാരെ പോലെ ചിന്തിക്കുമ്പോഴാണ് ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. ഇപ്പം മനസ്സിലായോ? അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളെല്ലാം ഒന്നാമന്മാരായതുകൊണ്ട് നമുക്ക് ഭോഷനെ പോലെ ചിന്തിക്കുന്നത്. എല്ലാവരും ചിന്തിക്കുന്നത് അച്ചടിച്ച് നോട്ടടിച്ച് ആ നോട്ട് റിസർവ് ബാങ്കിൽ കൊണ്ടുവന്ന് അത് ഗവൺമെൻറ് വിതരണം ചെയ്ത് അങ്ങനെ വന്ന് കാശുള്ളവന് കാശ് കിട്ടും, ഇല്ലാത്തവൻ ഗതികേട്, ഇങ്ങനെ പോകുന്നു. ഇതാണ് ലോകത്തിൻ്റെ സിസ്റ്റം. അത് ബുദ്ധിയുള്ളവൻ അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. പക്ഷേ ഭോഷന്മാരായ നിങ്ങളും ഞാനും വിശ്വസിക്കുന്നു, റിസർവ് ബാങ്കിലിരിക്കുന്ന കാശ് എനിക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ദൈവത്തിന് എൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അമർത്തി കുലുക്കി എൻ്റെ മടിയിൽ തരുവാൻ കഴിയും. കണ്ടോ, മടിയിൽ തരുവാൻ കഴിയും. അപ്പോൾ ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ നോക്കിയാൽ വീഞ്ഞ് കുടിച്ച് മത്ത് പിടിക്കുക. അപ്പോൾ മത്തുണ്ടാകുന്നത് മനസ്സിലാണ്. ഒരാൾ കള്ള് കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അല്ല, മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിപ്പോകുന്നു. അതല്ലേ സംഭവിക്കുന്നത്? മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിപ്പോകുന്നു. മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിപ്പോകുമ്പോൾ അദ്ദേഹം എന്താണ് കാണിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അതിനാൽ ദുർനടപ്പുകൾ ഉണ്ടാകുന്നു. ആ സമയത്താണ് പിശാച് പലരെ അതുകൊണ്ടാണ് ഈ മദ്യപിച്ച് കഴിയുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും 90% കാരണങ്ങൾ മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്താൽ ഉണ്ടാകുന്നതാണ്.
കാര്യം മനസ്സിൻ്റെ നിയന്ത്രണം മുമ്പ് പെട്ടെന്ന് പിശാചിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവൻ എന്തും ചെയ്യിപ്പിക്കാൻ, ഒരു പാവയെപ്പോലെ എന്തും ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ ബ്രദറെ, എനിക്കങ്ങനെ ചിന്തയൊന്നും വരുന്നില്ല ബ്രദറെ, ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ആത്മഹത്യ എങ്ങനെ ചെയ്യാമെന്ന്. കണ്ടോ, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ, എങ്ങനെ മരിക്കാം പെട്ടെന്ന് വേദനയില്ലാതെ. അപ്പം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിക്കണം. അപ്പോൾ എന്താണ് ഇവിടെ സങ്കീർത്തനം എന്ന് പറയാൻ കാരണം? അന്ന് പുതിയ നിയമലേഖനം ചിട്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് സങ്കീർത്തനങ്ങളാൽ ആത്മാവിൽ നിറയ്ക്കാൻ പറ്റുന്നത്? ഒരു ആൻറ്റി വന്നിട്ട് പറയുക, എൻ്റെ ദൈവമേ, എൻ്റെ പിള്ളേരുടെ ജീവിതം ഇനി എന്തായിത്തീരും, അവർക്കാണെങ്കിൽ സ്കോളർഷിപ്പും കിട്ടുന്നില്ല, പഠിക്കാൻ പൈസയില്ല, ലോൺ എടുക്കാൻ ബാങ്കുകാർക്ക് സമ്മതിക്കുന്നില്ല, പെരയിടമില്ല, ഒന്നുമില്ല, മൊത്തം വിഷയങ്ങളാണ്. ഉടനെ സങ്കീർത്തനങ്ങളാൽ നിറഞ്ഞൊരു വ്യക്തിയുടെ പ്രത്യേകത പറയും. ഉടനെ മനസ്സ് പറയും, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. കണ്ടോ? അപ്പം നിങ്ങളെ ആത്മാവിൽ നിറയുവാൻ വചനങ്ങൾ സഹായിക്കുന്നത് കണ്ടോ? വചനങ്ങൾ അപ്പോൾ നിങ്ങളെ ബൂസ്റ്റ് ചെയ്തെടുക്കും. സഹോദരി, നമ്മുടെ മനസ്സിനോട് പറയും, ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് പറയും, എന്നാ പറയുന്നറിയോ? യഹോവയുണ്ട് കേട്ടോ, യഹോവ ഇടയനാണ് കേട്ടോ, ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവം. അപ്പോൾ ആകാശവും ഭൂമിയൊക്കെ നിർമ്മിച്ചയാൾക്ക് എൻ്റെ വിഷയങ്ങളെ നിർമ്മിച്ച് തരുവാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ചിന്താ പാറ്റേൺ വ്യത്യാസം വരുന്നുണ്ടോ? അയ്യോ ബ്രദർ, എൻ്റെ കൊച്ച് ശരിയാവും തോന്നുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, മനുഷ്യനെ മണ്ണിൽ നിന്നും നിർമ്മിക്കുവാൻ കഴിയുന്ന തമ്പുരാന് ആ ബുദ്ധിയെ തുറക്കുവാൻ കഴിയത്തില്ലേ? ഡോക്ടർ പറഞ്ഞു, ബ്രദറെ, ജന്മത്തിൽ ശരിയാകത്തില്ല. ഡോക്ടറെയും നിർമ്മിച്ച ദൈവമാണ് എൻ്റെ ദൈവം. ഡോക്ടറെ കുറ്റം പറയല്ലേ കേട്ടോ. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ സങ്കീർത്തനങ്ങൾ നാം കേൾക്കുമ്പോൾ, സങ്കീർത്തനം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം എപ്പോഴും. അപ്പോൾ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും, യഹോവ നിന്നെ കീറിക്കളെ വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പകരം സാധ്യതകളെ പറ്റി കേൾക്കണം. അവിടെ സങ്കീർത്തനങ്ങൾ എന്ന് പറയാൻ കാര്യം സങ്കീർത്തനം മാത്രമല്ല, വചനത്തിലെല്ലാം നമുക്കുണ്ട്. അവിടെ അപ്പോസ്തലൻ ആ വാക്ക് എടുത്തു പറഞ്ഞതിൻ്റെ അർത്ഥം അത് മാത്രമൊന്നല്ല കേട്ടോ. ഇപ്പം ഞാൻ പറയാം, ഏതെങ്കിലും ഒരു സങ്കീർത്തനം പെട്ടെന്ന് പറഞ്ഞു, ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സങ്കീർത്തനം പെട്ടെന്ന് പറഞ്ഞ്, ഏതെങ്കിലും ഒരു സങ്കീർത്തനം അറിയാവുന്നവരൊന്ന് പറഞ്ഞ്. നിന്നെ വാലല്ല തലയാക്കി. അത് സങ്കീർത്തനമാണോ? എനിക്കൊന്നും തിരിയുന്നില്ല. ഇത് ഞാൻ പറഞ്ഞ സങ്കീർത്തനം അല്ലാണ്ട് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? ഇടയ്ക്ക് സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ആൾക്കാർ ആവർത്തന പുസ്തകത്തിലൊക്കെ പോകുന്നുണ്ട്. ബൈബിൾ വായിക്കണേ. ആമേൻ. നമുക്കറിയാം ബൈബിളിൽ വാക്കുകൾ, നിങ്ങൾ പ്രതിസന്ധിക്കാതെ ഇങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടം തന്നെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അയൽവക്കക്കാരൻ്റെ മതിലിനെ പറ്റിയല്ല അവിടെ പറയുന്നത്. പിന്നെയോ, ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലമുണ്ടല്ലോ, മനുഷ്യൻ പറയുന്നു നീ ജന്മത്തിൽ രക്ഷപ്പെടത്തില്ല, മെഡിക്കൽ സയൻസ് പറയുന്നു നീ മരിക്കും, ലോകം പറയുന്നു നീ നശിക്കും. അപ്പോഴാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആരാണ് നീ? എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം ഞാൻ ഈ വിഷയത്തെ ചാടിക്കടക്കും. അപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത് ലോകം പറയുന്ന വാക്കുകളല്ല, ആത്മാവിൻ്റെ നിറവെൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട്, ബ്രദറെ, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്ന് പറയുന്ന സാക്ഷ്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ വരും. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം ഞാൻ പറയാം, നമ്മൾ ഈ ചുറ്റി പെടഞ്ഞ് കിടക്കുക, കുരുക്കി കിടക്കുക ലോകവും വചനവുമായിട്ട്. ഹല്ലേലൂയ. ഇപ്പം നമ്മളെപ്പോഴും സാക്ഷ്യമാകട്ടോ, വലിയ സാക്ഷ്യം. ഞാനത് എപ്പോഴും പറയും, ദൈവകൃപയാൽ ഞാനത് പറയും. ഞാൻ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കോട്ടയത്ത് പാമ്പാടിയിലെ റെഡ് ക്രോസിൻ്റെ ഹോളിൽ 400 രൂപയുടെ റെൻറ്റിന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വെച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2017, 16, 17 കാലഘട്ടത്തിലേക്കാണ്. 2017, 16 കാലഘട്ടത്തിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ 3-4 പേര് കൂടി ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ 400 രൂപ റെൻറ്റാണ്. അപ്പോൾ ആ 400 രൂപ റെൻറ്റ് വലിയ ആ സമയത്ത് ഭയങ്കര വലിയ, നമ്മുടെ ഫേസ്ബുക്കിൽ ആ പഴയ വചനം കിടപ്പുണ്ട്. എൻ്റെ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. പഴയ വചനങ്ങൾ അവിടെ കിടപ്പുണ്ട്, അന്ന് പ്രസംഗിച്ചതൊക്കെ. അന്ന് പ്രസംഗിച്ചത് തന്നെയാണ് ഇന്നും പ്രസംഗിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആമേൻ. വലിയ വ്യത്യാസം പറഞ്ഞാൽ എഴുത്ത് മാറ്റി എന്നുള്ളതല്ല, കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത്, കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ.
അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നൊന്നും കണ്ടില്ല. ഇന്ന് 400 രൂപയുടെ ഹാളിൽ നമ്മൾ പ്രാർത്ഥന നടത്തി, അന്ന് നടത്തി, 2017 നടത്തി. ഈ പ്രാവശ്യം നമ്മൾ കൊല്ലത്തും കോട്ടയത്തൊക്കെ നടത്തിയത് 40,000 50,000 രൂപയുടെ ഹോളിലാണ്. ഞാൻ പറഞ്ഞത് 500 അല്ല പറയുന്നത്, ഈ 5-6 വർഷങ്ങൾക്കകത്ത് നടന്ന വ്യത്യാസമാണ്. അപ്പം 400 രൂപയും 50,000 രൂപയും തമ്മിൽ ചെറിയ വ്യത്യാസമാണോ വലിയ വ്യത്യാസമാണോ സംഭവിച്ചത്? വലിയ വ്യത്യാസമാണ്. ആമേൻ. എവിടുന്ന് കിട്ടി കാശ്? എന്നാ ബ്രദറെ കുറച്ച് കാശ് എനിക്ക് വായ്പതാ, തരത്തില്ല. ഇത്രയും കാശ് ബ്രദറിൻ്റെ നിറഞ്ഞിരിക്കുമല്ലേ. ആമേൻ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, കാശ് തരാൻ വേണ്ടിയല്ല ഇവിടെ ഇരിക്കുന്നത്, പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ കൽപ്പിക്കാൻ. എൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഞാനത് പറഞ്ഞു കേട്ടോ. അന്ന് 400 രൂപയായിട്ട് ഹോളിരുന്ന ആൾക്കാർ ഇന്നും 400 തന്നെ ഇരിക്കുന്നവരുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുമല്ല, ആരും വിമർശിക്കുമല്ല. ദൈവം ഒരു കൃപ തന്നു. അപ്പോൾ കൃപ തരുമ്പോൾ ചിന്തിച്ച് കയറി അങ്ങ് പൊക്കോണം, സംശയിച്ച് നിൽക്കരുത്. സാധ്യതകൾ ദൈവം തുറക്കും, വഴികളെ ദൈവം തുറക്കും. പക്ഷെ നമ്മൾ ചിന്തയെ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ടാണ് പൗലോസ് ഇന്നലെ ഞാൻ അവസാനിപ്പിച്ചായിരുന്നു, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് എവിടുന്നാണ് വന്നത്? ആത്മാവിൽ നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നത് ഉയരത്തിൽ നിന്നാണ്. അപ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, അവിടെയുള്ള സാധ്യതകളെ ചിന്തിക്കണം. ചിട്ടിക്കാരൻ പറഞ്ഞ് ഈ മാസം തരാമെന്ന് പറഞ്ഞു, അത് പ്രതീക്ഷിച്ചാണ് ബ്രദറെ ഞാൻ എല്ലാ കാര്യം കണക്കൂട്ടിയത്. ഇപ്പോൾ ആ പുള്ളി പറയുക ചിട്ടി കിട്ടത്തില്ല, ചിട്ടി അടിച്ചില്ല. എൻ്റെ ബ്രദറെ ഞാൻ ഇനി എന്നാ ചെയ്യും? ആ ചിട്ടിയെ നോക്കിക്കൊണ്ടിരുന്നുകൊണ്ടാണ് കുഴപ്പം വന്നത്. ചിട്ടിയെ വിട്, ചിട്ടി അടിക്കുവാണ് നല്ലത്, കിട്ടുവാണ് ഏറ്റവും നല്ലത്. പക്ഷേ ചിട്ടിയെ മുറുക്കെ പിടിക്കാതെ ചിന്തിക്ക്. ഉയരത്തിന്ന് പറഞ്ഞതുപോലെ ദൂതന്മാർക്ക് എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയും. ഏലിയാവിന് 3 നേരം കൊണ്ടുവന്ന് കാക്കയ്ക്ക് ഇറച്ചി അപ്പവും കൊടുക്കാൻ കഴിയുമെങ്കിൽ എനിക്കും എൻ്റെ വീട്ടിൽ നല്ല 1-ാം ഇറച്ചി മേടിച്ച് കൊണ്ടുതരാൻ പറ്റും. കണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണമേ. എൻ്റെ വീട്ടിലും കാക്ക വരത്തില്ലേ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ അലർന്നു വിഴുങ്ങി നിൽക്കുന്ന സിംഹങ്ങളുടെ നടുവിൽ എനിക്കും ദൂതന്മാർ വരത്തില്ലേ? ചിന്തിക്കണമേ. ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ സങ്കീർത്തനങ്ങളും സ്തുതികളും നമുക്ക് ആവശ്യമാണ്. വചനം കേൾക്കണം. അടുത്ത വാക്യത്തിൽ തമ്മിൽ സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടുകാരെ കണ്ടുപിടിക്കണം. അത് വലിയ പോയിൻ്റാണ് കേട്ടോ. എനിക്ക് ചില വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊരു ബ്രദർ, എൻ്റെ ദൈവം എനിക്കറിയത്തില്ല, ഞാൻ ആ മനുഷ്യനെ ഞാൻ അവിടെ നമ്മുടെ ഒരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി, സൗണ്ട് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ആ ബോക്സുമായിട്ട് 2 സ്പീക്കറും ഒരു ബോക്സുമായിട്ടും 10-500 രൂപയും വെച്ചുകൊണ്ട് എന്നപ്പോഴേക്കാണ് മനസ്സിലായത് ഈ സാധനം നിർമ്മിക്കണമെങ്കിൽ 10-16,000 രൂപ വേണമെന്ന്. കയ്യിലാണെങ്കിൽ 250. അപ്പം ഞാൻ കൂട്ടിക്കൊണ്ട് സഹോദരനായിട്ടാണ് പോണത്. ഇദ്ദേഹമാണെങ്കിൽ എൻ്റെ കൂടെ വരുന്ന നിമിഷം മുതൽ ഇല്ലായ്മയും പോരായ്മയും, ഇദ്ദേഹത്തിൻ്റെ ശൂന്യതയും, ഇദ്ദേഹത്തിൻ്റെ മീൻ മേടിക്കാൻ പൈസയില്ല, അരി മേടിക്കാൻ പൈസയില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, അപ്പം ഞാൻ ചിന്തിക്കും, ഞാൻ പറഞ്ഞ സഹോദര, കർത്താവ് ഒരുക്കും, കർത്താവ് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അപ്പം ഇത് പറയുമ്പോൾ ഈ പുള്ളി ഓർക്കുന്നത് ബ്രദർ കൈ നിറച്ചും പൈസയും വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ സഹോദര, ശൂന്യമായ പടകിനെ നിറച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം നിറയ്ക്കും. ഇദ്ദേഹം എത്ര പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, ഈ തലയ്ക്കകത്തോട്ട് കയറത്തില്ല. ചിലരങ്ങനെയുണ്ട്. അപ്പം അവരോട് തമ്മിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ അവരിടിക്കും. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങേര് പറഞ്ഞ് അവസാനം ഈ നമ്മുടെ മനസ്സിലേക്ക് ഈ ഭാരം കയറാൻ തുടങ്ങി. ഞാൻ അവസാനമായിട്ടൊരു വാക്ക് പറഞ്ഞു, സഹോദര, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക. ദൈവത്തിന് നിങ്ങളെ നടത്തുവാൻ കഴിയും. ഞാനിത് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, സാക്ഷ്യങ്ങളുടെ അകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. 2012 മുതൽ ഇന്ന് 2025 വരെ ഒരു യാത്രയാണ്. ദൈവകൃപയാൽ ദൈവം നടത്തിയ യാത്രയാണ് ഞങ്ങളോട് പറയുന്നത്. അതല്ലാതെ ബ്രദർ ഇവിടെ ഇരുന്നുകൊണ്ട്, ഞാൻ പണ്ട് പറഞ്ഞില്ല, ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഞാനിത് നിങ്ങളുടെ ചിന്തകളെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. നിങ്ങൾക്കിത് കേട്ടിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുള്ളത് കഠിന വാക്കായി തോന്നുന്നുണ്ടോ? കഠിന വാക്കായി തോന്നുന്നുണ്ട് എൻ്റെ കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് ശരിയാക്കിയുള്ളൂ. ആമേൻ. അപ്പം ഞാൻ ഇവിടെ സ്ഥലത്ത് വന്നുകൊണ്ട് പ്രസംഗിക്കുമായിരുന്നു. എൻ്റെ ദൈവം വാരി വിതറി കൊടുക്കുവാൻ കർത്താവ് എൻ്റെ പേഴ്സിൽ നന്മ തന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ബൈ ഫെയ്ത്താണ്. തന്നതിനായി നന്ദി എന്നുള്ളതിൻ്റെ നമ്മൾ പറയത്തില്ല, ഒരു പ്രത്യേക ഫോമാണ് തന്നിരിക്കുന്നു എന്ന് പറയുന്നത്.
അത് തന്നതിനായി നന്ദി എന്ന് പറയുന്നതിന് പകരം എൻ്റെ ദൈവം എനിക്ക് തന്നു, എൻ്റെ പേഴ്സ് മൊത്തം നിറവാണ്, എൻ്റെ ജീവിതം മൊത്തം നിറവാണ്. ഇതെല്ലാം കേട്ട് ആൾക്കാർ കൈയടിച്ചു. ഒരു സഹോദരി എൻ്റെ നമ്പർ മേടിച്ചിട്ട് വൈകുന്നേരം വിളിച്ചു, ബ്രദറെ നാളെ എനിക്ക് വിദേശത്തേക്ക് പോകാൻ 2 ദിവസം കഴിയുമ്പോൾ ഒരു 25,000 രൂപ മറിക്കാൻ തരാമോ? കാര്യം ഈ സഹോദരി ഓർത്തുകൊണ്ടിരുന്നത് ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര പ്രസംഗമാണ്, അറച്ച് മൊത്തം അങ്ങ് വെച്ചിരിക്കുമല്ലേ, എന്നാൽ പിന്നെ അതിൻ്റെ അകത്ത് 25 സീരിയസ് ആയിട്ട് ചൊല്ലിക്കറി ചോദിച്ചതാണ്. ഞാനൊന്ന് ആലോചിക്കുക എൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞു, സഹോദരി അത് ഞാൻ വിശ്വാസത്താൽ പറഞ്ഞതാണ്. സഹോദരി കട്ട് ചെയ്ത് എന്തായാലും. ആമേൻ. പക്ഷെ കാലം കഴിഞ്ഞു, പറഞ്ഞ കാര്യങ്ങളെ ഉറപ്പിച്ച ദൈവത്തെ എനിക്ക് കാണാൻ പറ്റി. ആമേൻ. അപ്പം നമ്മുടെ പ്രത്യേകത, നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മാവിൽ നിറയുവാൻ തടസ്സം നമ്മുടെ ചിന്തകളിൽ ഇപ്പോഴും കിടക്കുന്നത് മാനുഷിക ചിന്തയാണ്. മാനുഷിക ചിന്തയിൽ നിൽക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന് സഹായിക്കുവാൻ കഴിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, മാനുഷിക ചിന്തയിൽ നിൽക്കുന്നവനെല്ലാം വിഷയമാണ്. എങ്ങനെ കാര്യങ്ങൾ പോകും. ഇപ്പോൾ പത്രോസ് ലീഹായനായിട്ട് നിങ്ങൾ ബസ്സേ കയറാൻ നിൽക്കുകയെന്ന് വിചാരിച്ചോ. യെരുശലേമിൽ നിൽക്കുന്ന സമയത്ത് പത്രോസ് ലീഹ പറയും, അങ്ങ് അഥേന വരെ അങ്ങ് പോകണം, കൊരിന്തിലൊന്ന് കയറണം, റോമിലൊന്ന് പോകണം. വലിയ സംഭവങ്ങളാണ്. ഉടനെ നിങ്ങൾ ചിന്തിക്കും, പത്രോസ് ലീഹയുടെ പൂത്ത കാശിരിക്കുക. കർത്താവ് എല്ലാം യേശുക്രിസ്തു ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് കൈ നിറച്ച് കാശ് കൊടുത്തിട്ടാണ് പത്രോസ് ലീഹ നിൽക്കുന്നതെന്ന് ഓർത്ത് നിങ്ങളിങ്ങനെ ചേർന്ന് നിൽക്കും. അപ്പം വണ്ടിയെ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കും, പത്രോസ് ലീഹായെ നമ്മൾ റോമിൽ വരെ പോകണം, ഇടയ്ക്ക് ഹോട്ടലുണ്ട്, ഫുഡ് കഴിക്കണം, താമസിക്കണം, വിശ്രമിക്കണം, അപ്പം എത്രയുണ്ട് കാശ്? പത്രോസ് ലീഹ പറയും, കാശൊന്നും യേശു തന്നില്ല. കൊടുത്തോ? നിങ്ങൾ പറ, യേശു ആരോഹണം ചെയ്തപ്പം പറഞ്ഞു ഭൂലോകത്തിന് അടുത്തോളം പോയി സുവിശേഷം പറയണം. കാശ് വല്ലതും കൊടുത്തോ? ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അവിടെ? കർത്താവ് മറന്നു പോയതാണോ? യേശു മറന്നു പോയതാണോ വണ്ടിക്കൂലി? അല്ലേ? പിന്നെ എങ്ങനെ ഇവർ പോകും? ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകണമെങ്കിൽ ഉള്ള വള്ളവും വലയും പത്രോസ് ലീഹ 2-ാം പ്രാവശ്യം വിറ്റ് കളഞ്ഞെന്നിരിക്കട്ടെ. ആദ്യത്തെ പ്രാവശ്യം ഒളിപ്പിച്ച് വെച്ചു, 2-ാം പ്രാവശ്യം അത് വിറ്റ് കളഞ്ഞു. ഓക്കെ, കർത്താവ് പിടിച്ചു, വട്ടം വിട്ട് പിടിച്ചു അവിടെ ഇട്ട്. പത്രോസ് ലീഹ ഇനി ഒളിപ്പിക്കാൻ പറ്റത്തില്ല, അതങ്ങ് വിറ്റെന്ന് വിചാരിച്ചു. കാര്യം അതിന് ശേഷമായിരിക്കും ഇവരെല്ലാവരെ കൊണ്ട് വിപ്പിച്ച് കാഴ്ചകൂട്ടി കൊണ്ട് വെപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ആദ്യം വിറ്റ് കാണിച്ച് കാണും, ഉള്ള വള്ളവും വലയും കിട്ടിയ കാശിന് കൊടുത്ത് കാണും. അപ്പോൾ ഒരു ചോദ്യം, യെരുശലേമിൽ കർത്താവ് ആരോഹണം ചെയ്ത് പോയ സമയത്ത് കർത്താവ് പറഞ്ഞു, ഭൂലോകത്തിൻ്റെ അടുത്തോളം ഓടിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, വിട്ടു പൊക്കോളാൻ പറഞ്ഞു. നമ്മുടെ ചിന്തയിൽ കൈ നിറച്ച് കാശും കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. പത്രോസ് ലീഹ പറയും, എൻ്റെ കാശൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളിങ്ങനെ ചിന്തിക്കുക, പട്ടണങ്ങളെ പിടിക്കും, റോമിൽ സുവിശേഷമെത്തും, കൊരിന്തിൽ സുവിശേഷമെത്തും, ആഥേനയിൽ സുവിശേഷമെത്തും, ഞങ്ങളെ യേശു ശക്തമായിട്ട് ഉപയോഗിക്കും, ഞങ്ങളെ പരിശുദ്ധാത്മ ഉപയോഗിക്കും. ഇങ്ങനെ അവർ ചിന്തിക്കുവാൻ തുടങ്ങി. മുടന്തനെ കാണുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, യേശു ഇവന് വേണ്ടിയല്ലേ മരിച്ചത്, ഇവൻ നടക്കാൻ വേണ്ടിയല്ലേ യേശു മുറിവേറ്റത്. അതുകൊണ്ട് മുടന്തനെ കാണുമ്പോൾ നമ്മൾ പറയാം, അയ്യോ പാവം, ഒരു 10 രൂപ കൊടുത്തേക്കാം. എന്നാൽ പത്രോസ് ലീഹായുടെ ചിന്ത പറയുന്നു, എടാ ഇവനെ എണീപ്പിക്കുവാൻ വേണ്ടിയല്ലേ യേശു ക്രൂശിൽ വില കൊടുത്തത്. കണ്ടോ ചിന്ത വ്യത്യാസം? കണ്ടോ? ഇങ്ങനെ ഉള്ളപ്പോൾ ഇവർ അകത്തേക്കൊരു നിറവങ്ങോട്ട് വ്യാപരിക്കും. നിങ്ങളുടെ ചിന്തകളാണ് ആത്മാവിൽ നിറയുവാൻ തടസ്സമായി നിൽക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടല്ലേ കരയുന്നത്? ചിന്തിക്കുമ്പോഴല്ലേ ഭാരം വരുന്നത്? ചിന്തിക്കുമ്പോഴല്ലേ വേദന വരുന്നത്? ചിന്തിക്കുമ്പോഴല്ലേ പേടി വരുന്നത്? ആണോ അല്ലയോ? സത്യമല്ലേ? ആമേൻ. ഇതേപോലെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർ യെരുശലേമിൽ കടന്ന് കറങ്ങിയേനെ, അവർ റോമിൽ കടന്ന് കറങ്ങിയേനെ, അവർ ഗലാത്യയിൽ കടന്ന് കറങ്ങിയേനെ. അവർ ചിന്തിക്കുവാൻ തുടങ്ങി, പട്ടണങ്ങളിൽ യേശു ഞങ്ങളെ നടത്തും, പലവിധ ഭാഷക്കാർ നടുവിൽ യേശു നടത്തും, ദൈവം നടത്തും. ഇങ്ങനെ അവർ ചിന്തിക്കുവാൻ തുടങ്ങി, സംസാരിക്കുവാൻ തുടങ്ങി. മനസ്സിലായോ? ഫിലിപ്പോസ് ലീഹ വന്നിട്ട് പത്രോസ് ലീഹയോട് പറയും, അച്ചായ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഉടനെ പത്രോസ് ലീഹ പറയും, എടാ യഹോവ ഈരെ, കർത്താവ് നടത്തും. എങ്ങനെ നടത്തും? സങ്കീർത്തനം അങ്ങോട്ട് തുറക്ക്. തുറന്നു, 23 തുറക്ക്. തുറക്ക്, എന്നിട്ട് വായിക്ക്, യഹോവ എൻ്റെ ഇടയനാകുന്നു, ഏത് പട്ടണത്തിൽ ചെന്നാലും ഒന്നിനും മുട്ട് വരത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഏത് രാജ്യത്ത് പോയാലും ഏത് പട്ടണത്തിൽ പോയാലും ഒന്നിനും മുട്ട് വരത്തില്ല എന്ന് പറ. ഇങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു, അല്ലാതെ അയ്യോ പൊത്തോന്ന് പറഞ്ഞില്ല. അവർ പരസ്പരം എന്നാ ശരിയാകാൻ, എന്നാ റെഡിയാകാൻ, ഇങ്ങനെ സംസാരിച്ചില്ല. അവർ തമ്മിൽ സംസാരിച്ചു.
അവരുടെ പാട്ടുകളൊക്കെ അങ്ങനത്തെ പാട്ടുകളായിരിക്കും. നമ്മുടെ പാട്ടൊക്കെ നിന്നാകട്ടകൾ, പരിഹാസങ്ങൾ പൂർണ്ണമായും മാറുന്ന ദിനങ്ങളൊക്കെ വരും. എപ്പോഴാണ്? നിത്യത ചെല്ലുമ്പോൾ. ഇവിടെ ഒന്നും മാറത്തൊന്നുമില്ല. അതൊക്കെ മാറുന്നൊരു ദിവസം വരും. എപ്പോഴാണ്? നിത്യതയിൽ. അങ്ങനെ നിങ്ങൾ പാടും തോറും ജന്മത്തിൽ ഭൂമിയിൽ കഷ്ടത മാറത്തില്ല കേട്ടോ. നിന്നാകഷ്ടതകൾ പൂർണ്ണമായും മാറുന്നത് അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ നിന്ദിക്കുന്നവൻ ഇപ്പോഴും നിങ്ങൾ നിന്ദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അവൻ ആയുധം കൊടുക്കുവാണ്. കഷ്ടങ്ങൾ സാരമില്ല, ജന്മത്തിൽ കഷ്ടങ്ങൾ മാറത്തില്ല ഭൂമിയിൽ. നിത്യതയിൽ ചെല്ലുമ്പോഴേ അതൊക്കെ മാറത്തുള്ളെന്ന് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരുന്നാൽ പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും എത്ര നിങ്ങൾ വചനം പറഞ്ഞാലും ഫലിക്കത്തില്ല. കാര്യം നിങ്ങൾ പാട്ടുപാടി ആ സ്തുതിച്ച് പിശാചിന് കൊണ്ടേ കഷ്ടതയ്ക്ക് വേണ്ടിയുള്ള ഡോറ് തുറന്നു കൊടുത്തു. അതുകൊണ്ട് പാട്ടൊക്കെ പാടുമ്പോൾ സൂക്ഷിക്കണമേ. പാട്ടൊക്കെ പാടുമ്പോൾ വളരെ സൂക്ഷിക്കണമേ. നല്ല പാട്ടൊക്കെ പാടും. പരിശുദ്ധാത്മാവ് ഇനിയും ശക്തി പകരണമേ, ആദ്യ നൂറ്റാണ്ടിലെ പോലെ ഞങ്ങളുടെ മേൽ പകരണമേ എന്നൊക്കെ ഒന്ന് പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ നിങ്ങൾ ആത്മാവിൽ നിറയും. ആത്മാവിൽ നിറഞ്ഞാൽ ഗുണമെന്നറിയാവോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് നടത്തുവാൻ തുടങ്ങും. ഞാൻ പറഞ്ഞോട്ടെ തേട്ടെ, പരിശുദ്ധാത്മാവ് നടത്താൻ തുടങ്ങിയാലുണ്ടല്ലോ, എൻ്റെ ദൈവമേ, ചിന്തിക്കാൻ പറ്റത്തില്ല. FS ലേഖനം 1 നമ്മൾ പഠിച്ചായിരുന്നു. 1:19 കാണാപ്പാടം നോക്കാതെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? 1:19 അവിടെ എന്നാ സംഭവിക്കുന്നതെന്ന് കാണാപ്പാടം അറിയാവുന്ന ആരെങ്കിലും നോക്കരുതേ. കാണാപ്പാടം അറിയാവുന്നവരൊന്ന് പെട്ടെന്ന് പറഞ്ഞ് എന്നാ അവിടെ സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ തുടങ്ങിയ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തൊട്ടും മുഴുത്ത വാക്യം 18 വായിച്ചേ. ഓ എൻ്റെ ദൈവമേ, 1:18, 19, 20 യേശുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ച അതേ ആത്മാവ്, അവൻ വിളിയാലുള്ള ആശ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്നും ഉയർപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ചലിക്കുവാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നടത്തും. ഏത് പിശാചിനാ ക്രോസ് ചെയ്യുവാൻ കഴിയുന്നത്? ഏത് റോമൻ ഗവൺമെൻറ്റിനാ കല്ലറ പൂട്ടാൻ പറ്റുന്നത്? ഏത് കൊടിയ സാത്താനാ പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ തൊടാൻ പറ്റുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി. പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്നാൽ, ആത്മശക്തിയാൽ നിന്നാൽ, അഭിഷേകത്തിൻ്റെ അഗ്നിയാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്നാൽ ഏത് പിശാചിനാ നിൽക്കാൻ പറ്റുന്നത്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? കൊടുങ്കാറ്റടിക്കുന്നത് പോലെയാ നിങ്ങളുടെ ജീവിതം. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആത്മാവിൽ ചലിക്കാൻ തുടങ്ങിയാൽ ഇതാണ് പരിശുദ്ധാത്മ ശക്തി. ഇതിലാണ് നിറയുവാൻ പൗലോസ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന് നിങ്ങൾ സങ്കീർത്തനങ്ങളും, അത് സങ്കീർത്തനം വചനങ്ങളാൽ, സ്തുതിഗീതങ്ങളാൽ തമ്മിൽ സംസാരിക്കണമേ. ഇനി ഒരു കൂട്ടുകാരെയും കിട്ടിയില്ലെങ്കിൽ ബ്രദറെ, ഞാൻ പോകുന്ന സഭയിലെല്ലാം ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ കണ്ണാടി ഒരു വലിയ തുറന്ന മേടിച്ചോ, ഇന്ന് തന്നെ ഓർഡർ ചെയ്തോ, ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തോ, വലിയ കണ്ണാടി മേടിച്ചോ, എന്നിട്ട് ഫുൾ സൈസ് കണ്ണാടി ആയിക്കോട്ടെ. അപ്പോൾ ഒരാളെ കിട്ടിയല്ലോ പറയാൻ. ആ കണ്ണാടി നോക്കിക്കൊണ്ട് പറ, എന്നാ പറയേണ്ടത്? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ പാഞ്ഞു ചെല്ലും കേട്ടോ, എൻ്റെ ദൈവത്താൽ. ഇപ്പോഴുള്ള വിഷയം ഏതാ പറ? ആ കൊച്ചിൻ്റെ വിഷയത്തെ ഞാൻ ചാടിക്കടക്കും. കുടുംബത്തിലെ പ്രതിസന്ധിയെ ഞാൻ ചാടിക്കടക്കും. കടഭാരത്തെ ഞാൻ ചാടിക്കടക്കും. രോഗത്തെ ഞാൻ ചാടിക്കടക്കും. എങ്ങനെ? എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം. കണ്ടോ? ഒന്ന് ചിന്തിക്ക്. ചിന്തകൾ വരണമെങ്കിൽ ചിന്തകൾക്കുള്ള സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരണം. ഞാൻ പറഞ്ഞല്ലോ, മിറക്കിൾ മണി എന്നുള്ളൊരാശയം ലോകത്തിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ കേട്ടൊന്നുമല്ല. ലോകത്തിൽ ഒത്തിരി പേര് പ്രസംഗിക്കുന്നുണ്ട്. ബ്രദർ പറഞ്ഞപ്പോൾ പുതിയതായിട്ട് കേട്ടൊന്നുമല്ല. നിങ്ങൾ യൂട്യൂബിൽ കയറി അതും ഇതും വീഡിയോ ഒക്കെ പുറകെ പോകുന്നുണ്ടാകണ്ട, പാട്ട് കാണാനും TV കാണാനൊക്കെ പോകുന്നതുകൊണ്ടാണ്. ഇതിഷ്ടംപോലെ ദേവദാസന്മാർ ലോകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അവർ നമ്മളതൊന്നും കേൾക്കാതെ ആവശ്യമില്ലാത്തതെല്ലാം കാണാൻ പോകുന്നതുകൊണ്ടാണ്. ബൈബിൾ ചരിത്രത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാധ്യതകളെപ്പറ്റി സംസാരിക്കണമേ. മുടന്തൻ അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയിൽ എണീറ്റുവെങ്കിൽ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ പ്രാർത്ഥനയിലും മുടന്തൻ നടക്കാൻ വേണ്ടി പോവുക, കാഴ്ചയില്ലാത്തവർ കാണാൻ വേണ്ടി പോവുക, ഊമർ സംസാരിക്കാൻ വേണ്ടി പോവുക, വീൽ ചെയറിലിരിക്കുന്ന രോഗികൾ നടക്കാൻ വേണ്ടി പോകുക, മരിച്ചവർ ഉയർക്കാൻ വേണ്ടി പോകുക, ഭൂതങ്ങൾ വിട്ടു മാറാൻ വേണ്ടി പോവുക. ഒന്ന് കാണ്, ഒന്ന് കേക്ക്, ഒന്ന് പറയ്. അല്ലാതെ നിങ്ങൾ അതും ഇതും പറയുന്നത് കേട്ടുകൊണ്ടത് കാര്യമൊന്നും. ഞാൻ പറഞ്ഞില്ലേ, ഈ പുതിയൊരു ട്രെൻഡ് ഇപ്പോഴിങ്ങനെയുണ്ട്. ഈ BGM എല്ലാം കയറ്റി വെച്ചുകൊണ്ട് ആളുകൾ ഷോർട്ട് മെസ്സേജുകൾ അങ്ങ് അയക്കും. അപ്പോൾ അത് പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ, എനിക്ക് കുറേ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും എനിക്ക് അയച്ചു തരല്ലേ പ്രിയരെ, ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു അവസാനിപ്പിക്കാവേ.
ചില ആൾക്കാർ എനിക്കറിയത്തില്ല, ഈ പാസ്റ്റർമാരുടെയും അച്ഛന്മാരുടെയും ബ്രദർമാരുടെയും ഉള്ള മെസ്സേജ് അല്ല എനിക്ക് അയച്ചു തരും. എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ബ്രദർ മാനസാന്തരപ്പെടാൻ വേണ്ടിയാണോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത് നമ്മുടെ വാട്സാപ്പ് ഫുള്ളാണ്. പ്രയർ റിക്വസ്റ്റുകളും സാക്ഷ്യങ്ങളും തന്നെ എടുക്കാൻ കഴിയുന്നില്ല. ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് തന്നെ സമയം കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ ബ്രദർ മാനസാന്തരപ്പെടാൻ വേണ്ടി അയക്കരുതേ പ്രിയരെ. നിങ്ങൾ അറിയാത്തവർക്ക് അയച്ചു കൊടുക്കുക. ഒന്നാമത് നമ്മുടെ ഇത് ഫുള്ള് കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് എനിക്ക് നോക്കാൻ പോലും പറ്റില്ല, അതുപോലും കാണാൻ പറ്റില്ല, അതുപോലെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കി കേൾക്കുന്നത് എത്ര BGM ഇട്ടതാണെങ്കിലും ശ്രദ്ധിച്ചോണേ. ഈ ദുരിതങ്ങളും കട്ടതങ്ങളും പ്രയാസങ്ങളും വേദനകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആശ്വസിപ്പിക്കുന്ന മെസ്സേജ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്തുകൾ, അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് കേൾക്ക്. നിങ്ങളുടെ മനസ്സിൽ ആത്മാവിൽ നിറയുന്ന വിശ്വാസം വർദ്ധിപ്പിക്കുന്ന സാധ്യതകളെ മനസ്സിലാക്കുന്ന, തകർന്ന് തരിപ്പടമായി കിടക്കുമ്പോഴും ആണലി കടിച്ചു നിൽക്കുന്ന മെലീത്ത ദ്വീപിൻ്റെ അകത്തും പൗലോസിനത് കൊടഞ്ഞു കളയുവാനുള്ള കൃപ എവിടുന്ന് ലഭിച്ചെന്നറിയാവോ? മനസ്സ് മൊത്തവും നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടവനാ, കടലിൽ വീഴേണ്ടവനല്ല, കടലിൽ ചത്തു പൊങ്ങിക്കിടക്കേണ്ടവനല്ല നീ. ഇതിങ്ങനെ മനസ്സിൽ കിടന്നാൽ എത്ര സർപ്പം കുത്തിയാലും വിഷം കയറത്തില്ല, അറിയാവോ? ആമേൻ. പാമ്പ് കയ്യെ ചുറ്റിയാൽ നമ്മൾ ഓടിയാനല്ലേ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട്. പൗലോസിന് ഒരു പേടിയും വന്നില്ല. കാര്യം മനസ്സ് മൊത്തം കൈസറുടെ മുമ്പിൽ നിൽക്കാൻ തമ്പുരാൻ പറഞ്ഞിരിക്കുക. നാട്ടുകാർ പറഞ്ഞു ഇപ്പോൾ പൗലോസ് ചത്ത് വീർത്ത് വീഴും, ഈ ഡെഡ് ബോഡി ഞങ്ങൾ കടലിൽ ഒഴുക്കും. കണ്ടോ, ശത്രുവിൻ്റെ ആഗ്രഹം അതാ. അത് തന്നെ നിങ്ങളും ചിന്തിച്ചുകൊണ്ടിരുന്നാലോ എന്നാ സംഭവിക്കും? അത് തന്നെ സംഭവിക്കും. അപ്പം അങ്ങനെയുള്ള ദൈവിക സന്ദേശങ്ങൾ, ഷോർട്ട് വീഡിയോകൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, കേൾക്കുക. അവിടെ നിങ്ങൾക്കൊരു ആത്മീയ വർധന ഉണ്ടാകുന്നില്ല, പിന്നെയും നിങ്ങളെ ദുഃഖിപ്പിക്കുകയാണ്. അയ്യോ സഹോദരങ്ങളെ സാരമില്ല എന്നൊക്കെ പറഞ്ഞേക്കാണ്. ഡിലീറ്റ് ചെയ്യുക. ഒരു പാപവും ഇല്ലത്. പ്രോത്സാഹിപ്പിക്കരുതേ. വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ പ്രവേശിക്കട്ടെ. സാധ്യതകൾ തുറന്നു വരും. ഉറപ്പായിട്ടും പറയാം, സാധ്യതകൾ തുറന്നു വരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. കൃപയാൽ വിളിച്ച ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ച് എത്ര പേരിന്ന് ഏറ്റെടുക്കുന്നു. എന്നിട്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ഇച്ചിരി സാലറിയൊക്കെ വെച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത്, നല്ലൊരു വീട് വെക്കണമെന്നൊക്കെ. ഇച്ചിരി എന്താ പറയുന്നത് വരുമാന മാർഗം വെച്ചുകൊണ്ടാണ് ഈ വലിയ ചിന്തയൊക്കെ. അതൊക്കെ ഒന്ന് ദൂരക്കളെടുത്ത് ചിട്ടി കിട്ടിയിട്ട് വേണം എന്തോ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ചിട്ടി വല്ല അടിക്കുന്നുണ്ടോ? അതുമില്ല. അതിൻ്റെ കാര്യം നിങ്ങൾ ചിട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിട്ടി അടിക്കുവാൻ അടിക്കട്ടെ, അടിച്ചാലും അടിച്ചില്ലെങ്കിലും സ്വർഗത്തിലെ മഹിമാധനത്തിനൊത്തോണം ക്രിസ്തുവേശുവിൽ എനിക്ക് പൂർണ്ണമായും തീർത്തു തരും. ആമേൻ. ചിന്തകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കണം. കണ്ണടച്ചാൽ പിശാച് നമ്മളെ കാണിക്കും. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ശവപ്പെട്ടി കാണിച്ചു തരും അവൻ. പുത്തൻ ശവപ്പെട്ടിക്കകത്ത് നിങ്ങൾ കിടക്കുന്നതും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കുന്നതും ചുറ്റും നിന്നുകൊണ്ട് ബന്ധുക്കാരെല്ലാം കരയുന്ന സ്വപ്നങ്ങൾ നിങ്ങളെ അവൻ കാണിക്കും. അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഉടനെ നിങ്ങൾ രക്തം ചെയ്യാൻ പറഞ്ഞ് ചാടി തുള്ളി നടക്കാതെ, കള്ളപ്പിശാച് നിൻ്റെ ആഗ്രഹം നടക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ട്രെയിൻ ചെയ്യിപ്പിക്കും മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഞാൻ ചത്ത് വീർത്ത് പോകാനുള്ളവനല്ല, പകരം ജീവനോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് സുഖമരണം എനിക്കുണ്ടാകും. 100 വയസ്സൊക്കെ ക്ലെയിം ചെയ്തു. പക്ഷെ 100 വയസ്സ് ചുമ്മാ പെരക്കാത്തിരിക്കാൻ വേണ്ടിയില്ല, ഓടി നടന്ന് യേശുവിൻ്റെ സാക്ഷ്യം പറയും ഞാൻ. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിങ്ങളെ സഹായിക്കുന്ന ഘടകമാണ് ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റിനാൽ കൺട്രോൾഡ് ആകുക, പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾഡ് ആകുക. അങ്ങനെ കൺട്രോൾഡ് ആകണമെങ്കിൽ നിങ്ങളെ ചിന്തകളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. മറന്നു പോകല്ലേ, നാളെ ഞാൻ ചോദിക്കും. ഹല്ലേലൂയ. എൻ്റെ കൂടെ എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ആ പേഴ്സും ATM എല്ലാം ഒന്ന് എടുത്ത് വെച്ചേ. എന്നിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും, ലോക സുവിശേഷത്തിനായിട്ട് ദൈവം എൻ്റെ ഉള്ളത്തിൽ എൻ്റെ കരത്തിൽ നന്മ കൊണ്ട് നിറയ്ക്കും. ഞാൻ പണ്ട് പറഞ്ഞില്ലേ 10 രൂപയായിരുന്നു എൻ്റെ സ്വോത്ര കാഴ്ച. കാര്യം എൻ്റെ മനസ്സിൽ 100 രൂപയ്ക്കകത്തുനിന്ന് 10 പോയാൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 30-40 രൂപയുള്ളൂ. അതുകൊണ്ട് കഞ്ഞിയും കറിയൊക്കെ വെക്കണമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ഞാൻ അതുകൊണ്ട് 10 കൊടുക്കത്തുള്ളായിരുന്നു. പിന്നെ കെട്ടങ്ങ് പൊട്ടി. യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിച്ച് വാരി വിതറി കൊടുക്കും. രാജ്യങ്ങളിൽ സുവിശേഷത്തിനായിട്ട് ഒരുങ്ങും. ഓ യേശുവേ. അതുകൊണ്ട് കർത്താവ് വലിയൊരു ദർശനം തന്നു. ഇംഗ്ലണ്ടിൻ്റെ പല പ്രദേശങ്ങളിൽ സുവിശേഷവുമായിട്ട് പോകുവാൻ ദൈവം ഒരു ഹൃദയത്തിലൊരു വാഞ്ച തന്നു. അത് വലിയൊരു വാഞ്ചയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈ പട്ടണങ്ങളെല്ലാം കവർ ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ വലിയൊരു മിഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ഹല്ലേലൂയ. കർത്താവ് വഴി ഒരുക്കും. സാധ്യതകളെ ദൈവം തുറക്കും.
ഓ ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളുടെ ചിന്തകളെ സാധാരണക്കാരൻ, ഞാൻ ഉൾപ്പെടെ പറയാം കേട്ടോ, ഞാനും ചില സമയത്ത് ഇങ്ങനെ സാധാരണക്കാരനെ പോലെ സംസാരിക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കണം എന്നുള്ളത് വളരെ പോയിന്റ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ഭാര്യ പറയും, ഇത്രയും നേരം വചനമെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോഴാണ് തലക്കേക്ക് അടി കിട്ടുന്നത് പോലെ ഞാനും ചിന്തിക്കും, ശരിയാണല്ലോ, ഇത്രയും നേരം ഞാൻ പ്രസംഗിച്ചതിൻ്റെ അകത്തുനിന്നും എന്നെ വഴിതെറ്റിക്കാൻ നോക്കുക വേറെ ചിന്ത കൊണ്ടിട്ട്. അപ്പം നമുക്ക് കിട്ടുന്ന കൂട്ടും നല്ല കൂട്ടായിരിക്കണം. അതുകൊണ്ട് നല്ല വിശ്വാസിയുടെ കൂട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഈ അവിശ്വാസം പറയുന്ന, എപ്പോഴും പിറുപിറുക്കുന്ന, എപ്പോഴും ഇങ്ങനെ ഇല്ലായ്മയും ശൂന്യതയും പറയുന്ന വിശ്വാസി ഉണ്ടെങ്കിൽ കൂട്ട് വെട്ടിക്കോ, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് നിങ്ങൾ സ്വാധീനിച്ചോ. ഇനി എത്ര പറഞ്ഞിട്ടും ബ്രദറെ കല്ലിന് കാറ്റ് പിടിക്കുന്ന ഒരു മാറ്റം ഇല്ലെങ്കിൽ അവിടെ നിന്ന് അടുത്ത കൂട്ട് പിടിക്കുക. ബലപ്പെടുത്തുന്ന കൂട്ടുകാരെ കണ്ടെത്ത്. യേശുവേ നന്ദി. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം എടുത്തു വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ ലോക സുവിശേഷത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുവാൻ എൻ്റെ കരത്തിൽ നന്മ വരും. അങ്ങനെ പ്രാർത്ഥിച്ച് ബ്രദറിന് കൊടുക്കാൻ വേണ്ടിയല്ല, ലോക സുവിശേഷം അങ്ങനെ പറ. ലോക സുവിശേഷ വ്യാപകമായി ഇന്ന് സുവിശേഷത്തെ അനേകർ എതിർക്കും അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്ത കൊണ്ടു, കന്യാസ്ത്രീമാരെ എന്ത് ചെയ്തു, അവരെ സുവിശേഷം പറഞ്ഞതിന് അവർ കണ്ടു, അവർ ആ പട്ടണത്തിൽ അവരെ എന്ത് ചെയ്തു, ഉപദ്രവിക്കുകയും അവർക്കെതിരെ കേസും നിയമപരമായിട്ട് പലരും വേണ്ടുക. അപ്പോൾ 2 കന്യാസ്ത്രീമാരെ അങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്തപ്പോഴാണ് ലോകത്തിൽ മനസ്സിലായത്. അതല്ലാതെ ഒത്തിരി കന്യാസ്ത്രീമാരെയും ദൈവദാസന്മാരെയും ഉപദേശിമാരെയും പാസ്റ്റർമാരെയും മൃഗീയമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെയും കിടക്കുക, ചുരുളറിയാതെ കിടക്കുക. ഒന്ന് പുറത്ത് വന്നത് മാത്രമേ ഉള്ളൂ, പലതും കിടക്കുക. അതിൻ്റെ അർത്ഥം സുവിശേഷം ഇനിയും ശക്തിപ്പെടണം, ഒതുങ്ങത്തില്ല, വ്യാപിക്കണം ശക്തമായി. അതിനുവേണ്ടി കർത്താവിന് ദൈവസന്നിധി പ്രാർത്ഥന, കർത്താവ് എനിക്കതിന് ഉപയോഗിക്കും. ഒന്ന് ബാധ്യത പ്രാർത്ഥന, എന്നെ ഉപയോഗിക്കണേ എന്നല്ല, ഉപയോഗിക്കും ദൈവം. അതിനുവേണ്ടി ഞാൻ ഇന്നു മുതൽ ചിന്തിക്കാൻ വേണ്ടി പോകുക, ഞാൻ എൻ്റെ പട്ടണത്തിൽ യേശുവിൻ്റെ സാക്ഷിയാകും, ഞാൻ പട്ടണങ്ങളെ പിടിക്കും. അതിനുവേണ്ടി ലോക സുവിശേഷത്തിനായിട്ട് ദൈവം എനിക്ക് നന്മ തരും. അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് ലോക സുവിശേഷത്തിന്, അപ്പോൾ എത്തോരം കാശ് വേണം, ദൈവം തരും. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒന്ന് പറഞ്ഞ് ലോക സുവിശേഷം. അല്ലാതെ ബ്രദർ അവരൊരു മീറ്റിംഗ് നടത്തുന്നു, എന്നാൽ പിന്നെ കസേര ഇടാൻ വേണ്ടി ഞാനൊരു 10 രൂപ വാടക കൊടുത്തേക്കാം, ഈ ചിന്തയിൽ നിന്നൊക്കെ പുറത്തു വാ. ലോക സുവിശേഷം അതിനെൻ്റെ ശരീരവും മനസ്സും പണവും എല്ലാം ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ പറഞ്ഞാൽ ദൈവം നിങ്ങളെ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം കൊണ്ടുപോകും. വീട്ടമ്മ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ അകത്തുനിന്ന് 10 പേര് യേശുവിൻ്റെ നാമത്തിൽ 10 ക്യാൻസർ രോഗി സൗഖ്യമാകുകയും 10 മുടന്തന്മാർ നടക്കാൻ തുടങ്ങിയ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെ തേടി ആൾ വരുമോ ഇല്ലയോ? ഒന്ന് പറഞ്ഞ്, നിങ്ങളെ തേടി ആൾ വരുമോ ഇല്ലയോ? വന്നിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്ക്. ഞാനൊരു ദേവദാസിനെ പറ്റി കാണും, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയത് വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നു. എങ്കിലും അതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. ഞാൻ പേര് വിട്ടുപോയതാണ്, വല്ലാത്തൊരു പേരും കൂടെ ആയിരുന്നു, ഒരു ഇംഗ്ലീഷ് പേരാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന നാട്ടിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അവിടെ അദ്ദേഹത്തെ നാട്ടുകാർ ഡോക്ടറെ എന്നാണ് വിളിച്ചത്. ഹോസ്പിറ്റലൊക്കെ അവിടെയുണ്ട്, പക്ഷെ അങ്ങോട്ട് ആരും പോകത്തില്ല ആ പട്ടണത്തിൽ. അവസാനം ബ്രദറെ എന്ന് വിളിച്ചു അവസാനം ഡോക്ടറെ എന്ന് വിളിച്ചു. ഡോക്ടറേറ്റ് കിട്ടിയത് കൊണ്ടൊന്നുമല്ല, ഡോക്ടർക്ക് കഴിയാത്ത കേസൊക്കെ അവിടെ പിടിക്കും. ഹോസ്പിറ്റലിൽ തള്ളുന്ന കേസ് കെട്ടുകൾ നേരെ അങ്ങോട്ട് കൊണ്ടുവരും ആംബുലൻസിൽ. ഈ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് യേശുവിനെ നാമത്തിൽ കൈവെക്കും, രോഗി ചാടി എണീക്കും. അതുകൊണ്ട് നാട്ടുകാർ അദ്ദേഹത്തെ ബ്രദറെ എന്ന് മാറ്റി ഡോക്ടറെ എന്ന് വിളിച്ചു. കണ്ടോ, അദ്ദേഹം പറഞ്ഞിട്ട് വിളിച്ചതൊന്നുമല്ല, തന്നെ ആൾക്കാരങ്ങ് വിളിച്ചു. ആമേൻ. എന്നാലോചിച്ച് നോക്കി, ഹോസ്പിറ്റലിൽ നേരെ അങ്ങോട്ട് കൊണ്ടുവരും. ഇതൊക്കെ ഒന്ന് വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ എൻ്റെ ഭവനത്തിൽ നടക്കും, എൻ്റെ തലമുറകൾ ഉപയോഗിക്കപ്പെടും, എൻ്റെ കുടുംബം ഉപയോഗിക്കപ്പെടും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും, ദൈവത്താൽ ഉപയോഗിക്കപ്പെടും. യേശുവേ നന്ദി കർത്താവേ. റെനാൻ ബോങ്കയല്ല സിസ്റ്റർ, ബോങ്കയല്ല അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. റെനാൻ ബോങ്കെ വിഗിൾ സ്മിത്ത് ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഒരു വല്ലാത്തൊരു പേരാ, യൂറോപ്പിലുള്ള, മരണപ്പെട്ടു പോയി കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ചരിത്രമുണ്ടാകട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി. കുടുംബത്തിൻ്റെ ചരിത്രമൊന്ന് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ കുടുംബ ചരിത്രമൊന്ന് മാറട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുടുംബത്തിൻ്റെ എല്ലാ വിധമാകുന്ന അവസ്ഥകൾക്കും ചേഞ്ചസ് വരുത്തട്ടെ യേശുവേ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് പെയിൻറ്റ് പാട്ട വെളിയിരിക്കുന്നതാണ്, പക്ഷേ ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പുത്തൻ പെയിൻറ്റുകൾ വീടിൻ്റെ ഹോളിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്.
പുതിയ പെയിൻറ്റ് പൊട്ടിച്ചിട്ടില്ല, അത് കൊണ്ടുവന്ന് വീടിൻ്റെ ഹോളിൽ വെച്ചിട്ടുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ ഒരു അടയാളമായി കാണിക്കുവാണ്. ആ ഭവനത്തെ നോക്കിയിട്ട് തമ്പുരാൻ പറയുന്ന പട്ടണത്തിൽ നിങ്ങളെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഈ അടയാളം കാണുന്ന ഭവനം ഏത് ഭവനമാണോ, സൂമിലോ ലൈവിലോ ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ സിസ്റ്ററുടെ വീട്ടിലാണോ ഇരിക്കുന്നത്? അത് ഇത് പറഞ്ഞ പുതിയ പെയിൻ്റാണോ പൊട്ടിക്കാത്തത്? പുതിയ പെയിന്റ് അടിക്കാൻ വേണ്ടി മേടിച്ച, ഇതുവരെ അടിച്ചിട്ടില്ല. അതാ നന്നായി. ഇപ്പോൾ ഒരു അടയാളം കാണാൻ പറ്റിയില്ല യേശുവിന്. അപ്പോൾ ചിലതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലായില്ല, കാര്യങ്ങൾക്ക് നമുക്കൊരു ഉപകാരമായില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് ആ ഭവനത്തെ ദൈവം പട്ടണത്തിൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു അപ്പച്ചൻ, പഴയ അപ്പച്ചൻ്റെ ഒരു ഫോട്ടോ എന്നെ കർത്താവിനെ കാണാം. അത് പ്രിൻ്റ് ചെയ്ത ഫോട്ടോയല്ല, പണ്ട് വരച്ച ഫോട്ടോയാണ്. ഷർട്ട് ഇടാതിരിക്കുന്ന ഒരപ്പച്ചൻ, ഷർട്ട് ഇട്ടിട്ടില്ല. ആ ഷർട്ടിട്ടില്ലാത്ത അപ്പച്ചൻ ഒരു കസേരയിൽ ഇരിക്കുന്ന വരച്ചെടുത്തിട്ടുള്ളൊരു ഫോട്ടോയാണ്, പഴയ ഫോട്ടോ, വരച്ചിരിക്കുന്ന ഫോട്ടോയാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് നോക്കിയാണ് കർത്താവ് എൻ്റെ ഒരു വാക്ക് പറയാണ്, അവറാച്ചൻ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് ആ കൂട്ടത്തിൽ വെളിപ്പെടുത്തുവാണ്. ഈ അടയാളവും ഈ പേരുമുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് മല്ല് പിടിച്ചു കിടക്കുന്നൊരു വിഷയം, അതിൻ്റെ അകത്ത് എത്ര കൊണ്ടിട്ടാലും തികയാതെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവാണ്. ആ സ്ഥലത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നൊരു വിഷയമാണ്. ഇന്ന് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ഭവനത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് ആ വസ്തുവിൻ്റെ മേൽ മല്ലി പിടിച്ചു കിടക്കുന്ന വിഷയം എത്ര വലിയ വിഷയമായിക്കോട്ടെ, എത്ര ഭയങ്കര വിഷയമായിക്കോട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി പിതാവേ. ഞാൻ മീറ്റിംഗ് ഒന്ന് ലോക്ക് ചെയ്യുവാണേ. സ്തോത്രം. ഞാൻ വിഷയം സ്വീകരിക്കുന്നു. അതാരാ ഇപ്പൊ പറഞ്ഞ അടയാളം ഉള്ളത്? ഞാനാണ് ബ്രദർ. ആ പറഞ്ഞ വ്യക്തി ആരാ സിസ്റ്ററെ? ആ പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധം വേണേ. ആ പറഞ്ഞ വ്യക്തി അവറാൻ എന്നുള്ള, അവറാച്ച് അങ്ങനെ ഒരു പേരാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു പേര് ആ കുടുംബത്തിൽ കാണിക്കുന്നു. ആ ഫോട്ടോയുള്ള വ്യക്തിയാണെന്ന് അറിയത്തില്ല, പക്ഷേ ആ ഭവനത്തിൽ ആ പേര് കണ്ടു. ആ സ്ഥലത്തിൻ്റെ മേലുള്ള സകല അവകാശവാദങ്ങളും ഇന്ന് തകർന്നു മാറി ദൈവത്തിൻ്റെ സാക്ഷ്യമായി തീരാൻ വേണ്ടി പോകുന്ന പറഞ്ഞത്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇപ്പോൾ ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ കൃപ ഇന്ന് പെരുകുന്നല്ലോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതിൻ്റെ അകത്ത് ഈ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ആലോചന നിങ്ങൾക്ക് സൂമിലുള്ളവർ മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയെങ്കിൽ പറയാം, അല്ല എങ്കിൽ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. നമ്മൾ ലൈവിലും എല്ലാം ഇത് പൊക്കോട്ട്. പൊട്ടിക്കാത്ത പെയിന്റ് പാട്ട പുതിയതായിരിക്കുന്നു പറഞ്ഞു ഏറ്റെടുത്ത ദുഷ്ടരെ. കർത്താവിൻ്റെ ഈ സെപ്റ്റംബർ മാസവുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നോ? ആ ഭവനത്തിൻ്റെ അകത്ത് സെപ്റ്റംബർ എന്നുള്ള മാസവുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും ഉണ്ടെങ്കിൽ. സെപ്റ്റംബർ ജനിച്ചതാ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കൺഫർമേഷൻ ഏറ്റെടുത്തു കേട്ടോ. കർത്താവിൻ്റെ സാക്ഷിയാക്കി ദൈവം മാറ്റും. നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഈ ബാലരമ്മ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് ജോലി ഉണ്ടായിരുന്നൊരു വ്യക്തിയുള്ളൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുക, ആ കുടുംബത്തിൻ്റെ മേൽ ചില രോഗവിഷയങ്ങളെ കൊണ്ടുവന്നിട്ട് കുടുംബത്തിൻ്റെ അകത്ത് കുറേ പൈസ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നഷ്ടപ്പെടേണ്ട ചില അവസ്ഥകളുണ്ട്. മുന്നോട്ടും അങ്ങനെ തന്നെ വാദിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന സകല പിശാചിൻ്റെ നുകങ്ങളും ഇന്ന് തകരുവാണ്. ആരാണോ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കുടുംബത്തിൻ്റെ മേൽ ദൈവപ്രവർത്തികൾ തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി പിതാവേ, ആമേൻ പറഞ്ഞ് സൂമിലോ ലൈവിലോ ആ വ്യക്തി കേൾക്കുന്നുവെങ്കിൽ ഏറ്റെടുത്തോണേ. ദൈവത്തിൻ്റെ സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
ഞാനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങയുടെ കൃപ പെരുകുന്നതിനായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ജീവിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്തു വെച്ച്, ഓ യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ബെന്നി, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ്, ഈ 2 പേരുകൾ കർത്താവിനെ, ഞാൻ എല്ലാവരെയും ഓൾ മ്യൂട്ട് ചെയ്യുവാണേ. അതിനുശേഷം നിങ്ങൾക്ക് ആലോചന ഇടപെടുന്നവർ പറയാം. ചിലപ്പോൾ ഞാൻ മ്യൂട്ട് മാറ്റിയും ചിലപ്പോൾ ചോദിക്കും. ഇല്ല എങ്കിൽ കേട്ടാൽ മതിയെ, ശ്രദ്ധിച്ചോണേ. ബെന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് എന്ന് പറയുന്ന അത് പേരിൻ്റെ കൂടെ ഉള്ളതാണോ അതോ ഇത് 2 വ്യക്തികളാണെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ അകത്താണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. അവിടെ ഒരു കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. അവിടെ ഒരു വ്യക്തി നിമിത്തമുണ്ടായ ചില ഭാരങ്ങൾ, ആ കുടുംബത്തിലൊരു വ്യക്തി നിമിത്തമുണ്ടായ ഭാരം ദൈവം തൊടാൻ വേണ്ടി, ആ വ്യക്തിയിലൂടെ തന്നെ ആ വിഷയത്തിൻ്റെ മേൽ സമാധാനത്തെ കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇന്ന് ആ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ ഏറ്റെടുത്തോണേ. യേശു അവരെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ച് പറഞ്ഞ് കൈകളുടെ മേൽ രോഗസൗഖ്യങ്ങൾ വന്നുകൊണ്ട്, ചലിക്കാത്ത കൈകൾ, ഈ കൈക്കകത്ത് ചില ബലഹീനത പോലെ വന്നിട്ട് അതിങ്ങനെ നിങ്ങൾക്കത് കൂടുതൽ ഹെവി വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. കൈ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കൈ കൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ കഴച്ചു പൊട്ടുന്നത് പോലെ വേദനയൊക്കെ വരും വെയിറ്റ് എടുത്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് കൈയുടെ മേലേക്ക് ബലം വരാൻ വേണ്ടി പോവാം. 2 കൈയുമാണെങ്കിൽ 2 കൈക്കും വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. അല്ലെങ്കിൽ ഒരു കൈക്കാണെങ്കിൽ കൈ ഇവിടെ വെച്ചു. എന്നിട്ട് പറ, യേശു എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവ് എൻ്റെ വേദനകളെ ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ സൗഖ്യം നടക്കുക. അതുമാത്രമല്ല, ഏത് രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണ്, നമുക്ക് സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് അത്ഭുതത്തിൻ്റെ സാധ്യതയുണ്ട്. നമുക്ക് അസാധാരണമായ പ്രവൃത്തി ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ ആ ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗശക്തികൾ അഴിയട്ടെ, രോഗത്തിൻ്റെ ദുരാത്മാക്കൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു പൊന്നമ്മ ശ്രീധരൻ എന്നുള്ളൊരു പേര് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഏൽപ്പിക്കുക. പൊന്നമ്മ ശ്രീധരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിങ്ങനെ ആ പേരുമായിട്ട് ഇങ്ങനെ ചേർന്ന് തന്നെ ആ വാക്ക് 2ാമത്തെ പേരും കൂടെ വരിക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ അതും സ്വീകരിച്ചു. പൊന്നമ്മ ശ്രീധരൻ്റെ ഭവനത്തിൻ്റെ തലമുറകളെ ദൈവം വളർത്താൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുന്ന നമുക്ക് ഈ കരടി ഉണ്ടല്ലോ, പാണ്ട എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, പാണ്ട എന്ന് പറയുന്ന ഒരു കരടി, ചൈനീസിലൊക്കെ ഉള്ള വെള്ളയും കറുപ്പും കൂടെ മിക്സ് ചെയ്ത് കളറുള്ള പാണ്ട എന്ന് പറയുന്നൊരു കരടി. ആ കരടിയുടെ ചിത്രം ഇരിക്കുന്ന ഒരു സ്ഥലം, ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ആ ചിത്രം ഇരിക്കുന്ന വീട്, ആ ഭവനത്തിൻ്റെ അകത്ത് എന്നെ കാണുന്ന 2 തലമുറകൾ ഉണ്ട്. ആ 2 തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാഴ്ച കാണുവാണ്. ഈ സ്റ്റിക്കർ നിങ്ങൾ ഒട്ടിച്ചപ്പോൾ നിങ്ങൾ ഓർത്തോന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ ഒരു ദിവസം, അന്നത്തെ ഒരു രാത്രി, ഒരു പെട്ടെന്നൊരു ഭയപ്പെടുത്തുന്നൊരു സ്വപ്നം കണ്ടു നിങ്ങൾ. ചിത്രത്തിൻ്റെ കുഴപ്പമില്ല കേട്ടോ, ഒരു അടയാളമാണ്. അന്നൊരു ഭയപ്പെടുത്തുന്നൊരു സ്വപ്നം നിങ്ങൾ കണ്ടു. അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ചിന്താഭാരം കയറാൻ തുടങ്ങി. എപ്പോഴും ടെൻഷനാണ്. ടെൻഷനിലൂടെ ടെൻഷൻ അടിപ്പിച്ച് നിങ്ങളെ ഭയപ്പെടുത്തി. എപ്പോഴും എന്തേലും പറഞ്ഞാൽ പിന്നെ ഭാരവും പ്രയാസവും കരച്ചിലും ടെൻഷനുമാണ്. ആ കയറിക്കൂടിയ സകല പിശാചുക്കളെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വെട്ടി നീക്കുന്നപ്പോൾ സുഖമായി ഉറങ്ങട്ടെ, സ്വസ്ഥമായി ഉറങ്ങട്ടെ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പോൾ മനസ്സിന് സൗഖ്യമുണ്ടാകട്ടെ, മനോബലങ്ങൾ വർദ്ധിക്കട്ടെ, മനപ്രയാസങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾ മണി തുറക്കട്ടെ, നന്മ തുറക്കട്ടെ. സ്ഥലങ്ങൾ, നിലങ്ങൾ, ഭവനങ്ങൾ ഉണ്ടായി വരട്ടെ. വാരി വിതറി കൊടുക്കുവാൻ നന്മ നിറയട്ടെ. കർത്താവേ, സുവിശേഷത്തിന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ വിതച്ചത് ഞങ്ങളായി തീരുവാൻ ഇടയായി തീരട്ടെ. നന്മ കൊണ്ട് ദൈവം ഞങ്ങളെ നിറയ്ക്കുന്നല്ലോ. എൻ്റെ യേശുവേ
താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നെ കർത്താവ് ഒരു അലോഷിയുടെയും ജോഷിയുടെയും ഭവനത്തെ, ഈ രണ്ട് പേരും അലോഷിയുടെയും ജോഷിയുടെയും ഭവനത്തെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. അലോഷിയും ജോഷിനെയും കാണിക്കുന്നുണ്ട്. ഈ ഭവനങ്ങൾ ഏറ്റെടുത്തോണേ. ആ ഭവനത്തിൻ്റെ മേൽ ദിവ്യ സമാധാനത്തിൻ്റെ വാതിലുകളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഞങ്ങളിപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങ് കർത്താവ് ഓരോ വ്യക്തികളെയും അങ്ങ് തൊടുന്നല്ലോ. അതോടൊപ്പം തന്നെ കർത്താവിനോട് പറയുന്നു, വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കട്ടെ. യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ചല്ലോ. കൈ എടുത്തിട്ട് ചെക്ക് ചെയ്തേ. ആ വേദന അവിടെ ഇല്ല, ആ രോഗം അവിടെ ഇല്ല, പൂർണ്ണ സൗഖ്യം. കണ്ണാടി വെക്കുന്നവർ തീരുമാനിച്ച കർത്താവെ, കണ്ണാടി ഇല്ലാതെ ഞാൻ കാണും, കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കും, കണ്ണാടി ഇല്ലാതെ ഞാൻ ലോകത്തിലൊരു സാക്ഷിയായിട്ട് മാറും. ആരോഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെന്ന് പറഞ്ഞ് ഞാൻ ആരോഗ്യത്തോടെ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി യേശുവിൻ്റെ സാക്ഷിയാകും. തീരുമാനിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ആ വീട്ടമ്മയാണെങ്കിൽ തീരുമാനിക്ക്. പ്രായം ചെന്നെന്ന് ലോകം പറഞ്ഞാൽ തീരുമാനിക്കും. മോശയ്ക്ക് 80-ാം വയസ്സിൽ ലീഡറായി നടക്കാമെങ്കിൽ, ഓ യേശുവേ, എത്ര അധികം എത്ര അധികം എത്ര അധികം നിങ്ങൾക്ക് നടക്കും. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. സൺഡേ നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലാണ്. ഓക്കെ. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ സിസ്റ്റർ, അലോഷിയും ജോഷിയും ഉള്ള വീട് ബേബി പോളാണ് പറഞ്ഞത്, ഏറ്റെടുത്തോ കേട്ടോ. സൺഡേ നിങ്ങൾക്ക് യു കെയിലുള്ളവരാണെങ്കിൽ ഞാൻ ഇവിടെ യു കെയിലെ ഗ്രൂപ്പിൻ്റെ അഡ്രസ്സുണ്ട്. അത് ഞാൻ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, ആഗ്രഹം ഉണ്ടെങ്കിൽ, കർത്താവ് എനിക്ക് വളരണമെന്നും കർത്താവിൽ ചെറിയ കൂട്ടായ്മയാണ് നമ്മൾ ആരംഭിച്ചതേ ഉള്ളൂ, അത് കർത്താവിൻ്റെ നാമത്തിൽ വർദ്ധിപ്പിക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾക്ക് അവിടെ കൂടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, യു കെയിലുള്ളവർ, സൺഡേയിൽ ഓഫ് ഉള്ളവർ, ചിലപ്പോൾ എനിക്ക് ബ്രദറെ ഭയങ്കര ദൂരമാണ്, യാത്ര ചെയ്യുക, ഇതിൻ്റെ എല്ലാം പ്രതിഫലം തമ്പുരാൻ തരും. തമ്പുരാൻ അപ്പോസ്തലന്മാർ എന്തോരം കിലോമീറ്റർ അവർ യാത്ര ചെയ്തത്, എന്തോരം ദൂരം അവർ യാത്ര ചെയ്തത് സുവിശേഷം പറയാൻ വേണ്ടി. തോമാസ് ലീഹ ഇവിടം വരെ വന്നില്ലേ? അവിടെ ഇരുന്നിരുന്നെങ്കിൽ എന്നാ ദൂരവാ എന്നും പറഞ്ഞിരുന്നിരുന്നെങ്കിൽ നമുക്കിത് വല്ലതും സുവിശേഷം കേൾക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. അവർ ദൂരങ്ങളെ വകവെച്ചില്ല, യേശുവിനെ നോക്കി ഇറങ്ങി. ഇന്ന് നമുക്കെല്ലാം ഇന്ത്യ ചരിത്രത്തിൽ അദ്ദേഹം ഒരു മുതൽക്കൂട്ടായി മാറിയില്ലേ? സുവിശേഷത്തിനൊരു മുതൽക്കൂട്ടായി മാറിയില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ മടി പിടിച്ചിരിക്കുന്നവരെല്ലാം യാത്ര ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എക്സ്ക്യൂസുകളൊക്കെ എടുത്ത് കളഞ്ഞ് നന്മ തമ്പുരാൻ തുറക്കും. വണ്ടിക്കൂലിയൊക്കെ തമ്പുരാൻ തുറക്കും. നന്മയൊക്കെ കർത്താവ് തുറക്കും. ശേഷിപ്പ് ദൈവം തരും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ കേൾക്കാം. ഈ സമയത്ത് കർത്താവിൻ്റെ വേലയിൽ ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കണം. ലോക സുവിശേഷത്തിന് വിതയ്ക്കുവാൻ തമ്പുരാൻ എനിക്ക് സമ്പത്ത് തരണം. ആ സമ്പത്ത് കൊണ്ട് സുവിശേഷം ഞങ്ങൾ എത്ര എതിർത്താലും സുവിശേഷത്തിന് വേണ്ടി ഞങ്ങൾ വിതയ്ക്കും. സുവിശേഷത്തിന് വേണ്ടി ഞങ്ങൾ ലോകം മുഴുവൻ പോകും. വിതയ്ക്കുക മാത്രമല്ല, കായികാധ്വാനം കൂടെ വേണം. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ എൻ്റെ ഇതുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. വാരി വിതറി നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വായ്പ മേടിക്കാൻ ഇട വരത്തില്ല. വാരി വിതറി കൂടെ പേഴ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചേ, വെറുതെ ഇരിക്കാതെ. എന്നിട്ട് പറ, എല്ലാ മാസവും ഞാൻ കൊടുത്ത് നിറയ്ക്കും. എടുത്താലും തീരത്തില്ല. കൊടുത്ത് ബ്രദർമാർക്ക് കൊടുത്ത് എൻ്റെ ജീവിതം നശിച്ചെന്ന് പറയാൻ ഇട വരത്തില്ല. ദൈവം നിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ നന്മ നിറയട്ടെ. അനുഗ്രഹത്താൽ തുറന്നു വരട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ പറയാനുള്ള അവസരമാണ്. ശ്രദ്ധിച്ചോണേ. നീട്ടി വലിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീട്ടി വലിച്ച് സാക്ഷ്യം പറയരുതേ. എനിക്ക് ഈ സാക്ഷ്യത്തിനിടയ്ക്ക് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളത് നീട്ടി പോകരുത്. എനിക്കറിയാം നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ്. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ദിവസവും ദൈവം സാക്ഷ്യം തരും. ദിവസവും തരും. അപ്പോൾ ഇങ്ങനെ നീട്ടി വലിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സാക്ഷ്യമേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് മുതൽ ട്രെയിൻ ചെയ്യ്. ഞാൻ വേഗത്തിൽ 100 സാക്ഷ്യം പറയും, 10 സാക്ഷ്യങ്ങൾ ദിവസവും പറയും. തീരുമാനിക്കും. അപ്പം നമുക്ക് ഈ നീട്ടി വലിച്ച് കഥയൊക്കെ പറഞ്ഞ് പോകാൻ സമയമൊന്നും കിട്ടത്തൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്ക്, തമ്പുരാൻ സഹായിക്കും. പിന്നെ ഹോസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ പെട്ടെന്ന് അവരെ മ്യൂട്ട് ചെയ്യുമ്പം അവർ പറയാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. അവരെ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് മാറ്റരുത്. അവരെ നിങ്ങൾ പെട്ടെന്ന് വെയിറ്റിംഗ് റൂമിലോട്ടൊന്നും ഇടരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളും പഠിച്ചു വരുന്ന ഉള്ളായിരിക്കാം. ശ്രദ്ധിച്ചോണേ. നിങ്ങളോട് ഞാൻ പറയുന്നു, അവർ പറയാൻ ആഗ്രഹിക്കുന്നവർ, ആവശ്യമില്ലാതെ കഥ പറയുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബിൽ പോവുക, സാക്ഷ്യങ്ങൾ കേൾക്കുക. ഈ സമയത്ത് സാക്ഷ്യമുണ്ടെങ്കിൽ, ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ, ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ ബ്രദറെ എൻ്റെയും കൂടെയാണ് എന്ന് പറയേണ്ട. നിങ്ങളത് വിശ്വസിച്ചാൽ മതി. എടുത്തു പറയണമെന്നില്ല. അടുത്തയാൾക്ക് അവസരം കൊടുക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ.
ഹലോ ബ്രദർ. പറഞ്ഞു സിസ്റ്ററെ. രണ്ടു പേർക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഉം. മുംബൈ ഉള്ളതാണ്. അവരിന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ബ്രദർ. മരണത്തിലേക്ക് നയിച്ചവരായിരുന്നു. ഇന്ന് അവർ ഒറ്റയ്ക്ക് നടക്കണം, ഒറ്റയ്ക്ക് കുക്കിംഗ് ചെയ്യണു, വെളിയിലെല്ലാം ഓട്ടോയിലെല്ലാം പോണു. ചന്ദ്രമോഹൻ പറഞ്ഞ വ്യക്തി കിടക്കിയെടുത്ത് നടക്കണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ബ്രദർ. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അവര്. 67 ആമേൻ. വയസ്സായി. പിന്നെ ഒരു 64 വയസ്സ് രാജീവ് പറഞ്ഞവരും അതെ, ഒറ്റയ്ക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാ പറഞ്ഞു ഡോക്ടർ. ഫുഡേ കഴിക്കാൻ പാടില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാ ഭക്ഷണവും കഴിക്കാ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അവർ കണ്ടിട്ടേ ഇല്ല, ഞാൻ ഫോണിൽ കൂടിയാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു ബ്രദർ. അതും ദൈവത്തിന്റെ വചനം, അങ്ങയുടെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാനിപ്പോ നല്ല വിശ്വാസിയാണ്. ഞാൻ അനേകം പേർക്ക് ബ്രദർ എന്ന് പറയുന്ന പോലെ തന്നെ അനേകം പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വചനങ്ങളൊക്കെ. വേറെ ഒന്നും ആമേൻ. സംസാരിക്കില്ല, ഞാൻ വചനത്തിനെ മാറ്റി ഞാൻ സംസാരിക്കില്ല എപ്പോഴും. അതാണ് എൻ്റെ ഒരു തീർച്ചയായിട്ടും വിശ്വാസം. പ്രിയ ഗിരിജ സിസ്റ്റർ ഇന്നാളെ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. സാക്ഷ്യം പറഞ്ഞപ്പോഴേക്കും അനേക മരിച്ചു പോകേണ്ട ആൾക്കാരെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ കൊടുത്തു, അവരെ സൗഖ്യമാക്കിയ സാക്ഷ്യം. അത് ആ വാക്ക് എന്നെ വല്ലാതെ സ്പർശിച്ചു. കാരണം വെച്ചാൽ ഒരാൾ ഗിരിജ സിസ്റ്ററിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, മരിച്ചു പോകേണ്ട. എന്നാൽ നമ്മൾ കൊല്ലത്ത് വന്നപ്പോൾ സൗകര്യ സാക്ഷ്യം പറഞ്ഞു, ക്യാൻസർ കൊണ്ട് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത ജോലിയെല്ലാം മാറ്റിവെച്ച് ആലയിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ, അത് മരണത്തോട് ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ലാത്തൊരു മനുഷ്യനാണ്. അവർ പോയി പ്രാർത്ഥിച്ചു. മരിച്ചു പോകേണ്ട വ്യക്തികളായിരുന്നു അവർ യേശുവിലേക്ക്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നാൽ ഇത് കാണാൻ പറ്റത്തില്ല. പ്രിയ സഹോദരി ചെയ്യുന്നത് പോലെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അനേകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് കൈവച്ചേ. ബ്രദറിന് നിങ്ങൾക്കും കൃപ ഒന്ന് ജ്വലിപ്പിക്കുക. ആ അനുഗ്രഹം അങ്ങോട്ട് തുറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. പറഞ്ഞ പോലെ 2 പേര് നടക്കാത്തവരായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രായത്തിൻ്റെ ആധിക്യത്താൽ കടന്നു പോകേണ്ടവരാണ്. പക്ഷേ പ്രാർത്ഥനയിൽ അവരെ സൗഖ്യമാക്കി. ഇനിയും അനേകർക്കു വേണ്ടി പ്രാർത്ഥിപ്പാൻ കൃപ ദൈവം മൂടും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു. അതേപോലെ പറഞ്ഞു സിസ്റ്റർ. എല്ലാം ഞാൻ മനസ്സിലേ വെക്കണില്ല. യേശുവിൽ വിശ്വസിച്ചു ആ വചനത്തെ പറഞ്ഞ് തന്നെ ഞാൻ നടക്കണം. ഒരു കുഴപ്പമില്ല, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കണം. എല്ലാം ആമേൻ നടത്തി തരും ദൈവം പറഞ്ഞ വിശ്വാസത്തോടെ ഞാൻ ഇരിക്കുന്നത്. ആമേൻ. കർത്താവ് സഹായിക്കുന്നു സിസ്റ്റർ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. ബ്രദർ ഇനി തിരുവനന്തപുരം ജില്ലയിൽ എപ്പോഴാണ് ബ്രദർ സുവിശേഷം വയ്ക്കുന്നത്, മീറ്റിംഗ് വയ്ക്കുന്നത്? സിസ്റ്ററെ നമ്മുടെ സമയങ്ങളും ഡേറ്റുകളും ഒക്കെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഞാൻ അധികം താമസിയാതെ തന്നെ അറിയിക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ ഡേറ്റുകൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നു. നമ്മുടെ വരവും കാര്യങ്ങളും ഒക്കെ കുറച്ച് വ്യത്യാസം വന്നു. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. എന്തായാലും വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, വേഗത്തിൽ വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവാണ് ചെയ്യുന്നത് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഇന്നലെ ഞാന് പിന്നെ രാവിലെ എൻ്റെ കൈക്ക് ഭയങ്കര ഒരു വേദനയായിരുന്നു, ഈ ചെറുവിരലിന്റെ ആ ഭാഗത്ത്. അപ്പൊ എനിക്ക് ആ വേദന കാരണം ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. വൈകുന്നേരം ബ്രദർ എനിക്ക് കൈവേദനയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് തോന്നിയില്ല, സാക്ഷ്യം പറയാൻ മാത്രം, അപ്പൊ എനിക്ക് തോന്നിയില്ല വേദന മാറിയെന്ന്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ വേദന ഉണ്ടോ എന്ന് നോക്കിയപ്പോ എനിക്ക് വേദനയില്ല, പൂർണ്ണമായിട്ടും എനിക്കത് സൗഖ്യമായി. പിന്നെ എൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്, ഈ ഞരമ്പിനൊരു പ്രശ്നം ഉള്ളത് കൊണ്ട്. അപ്പൊ അതിനും എനിക്ക് ശരിക്കും കുറവുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതുകൊണ്ട്. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി. പറഞ്ഞാൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഡോക്ടർ പറയും ഓപ്പറേഷൻ വേണ്ട, അത്ഭുതം നടന്നുവെന്ന് ഡോക്ടർ പറയാൻ തക്കൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ തന്നെ കേൾക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. അനാവശ്യമായിട്ട് അത് പറയുന്നവരൊക്കെ ഒന്ന് സൗകര്യങ്ങൾ നിങ്ങൾ മ്യൂട്ട് ചെയ്തോണേ. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ പറയുന്നവരൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തോണേ. സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. ബ്രദർ, ഞാൻ വീടിന്റെ പണി ദൈവകൃപയാല് ആരംഭിച്ചു. ആ സമയത്ത് ഇവിടെ പൊടി കാരണം ഞാൻ ആങ്ങളുടെ വീട്ടിലായിരുന്നു 1.5 മാസം. അപ്പോൾ എനിക്ക് സൂം മീറ്റിങ്ങിൽ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ പ്രയർ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം വീട്ടിൽ വന്നു, ഒരാഴ്ചയായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിൻ്റെ കൂടെ വയറിൻ്റെ ഇടത്ത് സൈഡ് താഴ്ഭാഗത്ത് ഭയങ്കര വേദനയും, എന്താണെന്നറിയാതെ വല്ലാത്ത പ്രയാസമായിരുന്നു. അതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ മകൻ വഴക്ക് പറഞ്ഞ് കൊണ്ട് കാണിച്ചപ്പം ടെസ്റ്റ് ചെയ്തപ്പം തൈറോയ്ഡ് കൂടുതൽ.
അപ്പോൾ ഡോക്ടർ ഞാനിങ്ങനെ നെഞ്ചിൻ്റെ അവസ്ഥയുടെ കാര്യം പറഞ്ഞപ്പം ഒരു കാർഡിയോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിങ്ങ് പോന്നു. വയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇന്നലെ ബ്രദറ് പ്രെയർ ചെയ്ത സമയത്ത് 3 ദിവസം കൊണ്ട് ഞാൻ പ്രെയർ ചെയ്യുന്നുണ്ടായിരുന്നു വയറിൽ കൈവച്ച്. ഇന്നലെ ബ്രദറ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കൈ നെഞ്ചിലും ഒരു കൈ വയറിൻ്റെ ഭാഗത്തും വെച്ചു. ബ്രദറിനോടൊപ്പം പ്രാർത്ഥിച്ചു. നേരം വെളുത്ത് നോക്കിയപ്പോൾ ഇതുവരെയും എനിക്ക് ആ വേദന കണ്ടതേയില്ല, വന്നതുമില്ല. ദൈവത്തിന് ഒത്തിരി മഹത്വം കൊടുക്കുന്നു. ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നതാണ്. ഞാൻ ആരോടും പറയാതെ എല്ലാവരും വിഷമിക്കും എന്നുള്ള ചിന്തയില് വയറിന്റെ കാര്യം ആരോടും പറഞ്ഞതുമില്ലായിരുന്നു. അപ്പൊ കർത്താവിനെ സൗഖ്യപ്പെടുത്തി ദൈവത്തിന് മഹത്വം പറയുന്നു. നന്ദി കർത്താവെ. പ്രിയ സഹോദരൻ പറഞ്ഞ വേദനയാൽ ഭയപ്പെട്ടു വേദനയാൽ ഭയപ്പെടുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം രോഗസൗഖ്യ പ്രാർത്ഥനയിൽ യേശു പൂർണ്ണ സൗഖ്യം കൊടുത്തു, പൂർണ്ണ വിടുതൽ കൊടുത്തു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. പറഞ്ഞു ബ്രദറെ, ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഒരു സാക്ഷ്യം പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ കാലയില് ഒരു മുട്ടയിലാണ് ഒരു സൂചി കൊണ്ട് കയറി. സോഫയില് എങ്ങാണ്ട് തറഞ്ഞിരുന്നതാ. സോഫയിലെ മുട്ട നമുക്കപ്പോഴത്തേന് അത് കയറി ഭയങ്കര അതിവേദനയായിരുന്നു. ഇന്നലെ നോക്കിയപ്പോ ഭയങ്കരമായിട്ട് അതങ്ങ് വീർത്ത് ചുമന്നു ഇരിക്കുന്നു. എനിക്ക് ആപ്പാടെ മനപ്രയാസമായിട്ട് ഈറ്റിയെടുക്കുകയൊക്കെ ചെയ്തു. എന്നാലും ഞാൻ ഇന്നലെ ബ്രദറിന്റെ ആ പ്രാർത്ഥനയില് കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ തീരുമാനമെടുത്തു. രാത്രിയിലെല്ലാം ഞാൻ പ്രാർത്ഥനയായിരുന്നു. ഇതിന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇന്ന് നേരം വെളുത്തപ്പം മുതൽ അത് ചൊക്കിയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും കാല് പൂർണ്ണമായിട്ട് സൗഖ്യമായി. എന്റെ ദൈവത്തിന് മഹത്വം കൽപ്പിക്കും. നന്ദി കർത്താവ്. പ്രിയ സാനി പറഞ്ഞ പോലെ തന്നെ പൂർണ്ണ സൗഖ്യമായി. ആമേൻ. കർത്താവിൻ്റെ പ്ലാൻ നമ്മുടെ പൂർണ്ണ സൗഖ്യമാണ്. തമ്പുരാൻ തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, ഇന്നലെ ഞാൻ ജോലി സമയത്ത് ഒരു കസേര എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടത് അതെൻ്റെ കാലേ തന്നെ വീണു, കാലിൻ്റെ പാദത്തിൽ. അന്നേരം തന്നെ ഈ കാലിൻ്റെയും മടക്കിലായിട്ടാണ്, പാദത്തിൻ്റെ മടക്കായിട്ട് ഒരു നെല്ലിക്കയുടെ അത്രയും മുഴച്ചു വന്നു. ഞാൻ കാല് പിന്നെ നിലത്ത് കുത്താൻ മേലായിരുന്നു. ഞാൻ അന്നേരം തന്നെ കൈവച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ ആ മുഴയുമില്ല, വേദനയില്ല, പാടുമില്ല, ഒന്നുമില്ല. പൂർണ്ണമായും ദൈവം അത് മാറ്റി തന്നു എനിക്ക്. ആമേൻ. നന്ദി കർത്താവ്. വിടിവിച്ച കൃപയ്ക്ക് പറഞ്ഞ പോലെ മുഴയില്ല, ഒന്നുമില്ല, അതെല്ലാം പൂർണ്ണമായിട്ട് മാറി. യേശു തൊട്ട് വിടിവിച്ച കൃപയ്ക്ക് നന്ദി. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? നാളെ ഉണ്ട് ബ്രദറെ, സൂമിലുണ്ട്, ലൈവ് ഉണ്ട്. അതായത് ഇന്ത്യൻ സമയം വൈകുന്നേരമാണ്, 4 മണിക്കായിരിക്കും. ഞാനത് ലിങ്ക് ഇട്ടേക്കാം. ആ ടൈമിലായിരിക്കുമേ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? സാക്ഷ്യമുള്ളവർ പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു കാര്യം സൂമിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അത് ഞാൻ വർഗീസ് ബ്രദറിന്റെ അടുത്ത് ഫോണിൽ വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം. ബ്രദർ ആ വിഷയം വെച്ചൊന്ന് അതിന് മറുപടി ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കണേ ബ്രദർ. തീർച്ചയായിട്ടും സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ ബ്രദർ, ഒരു കാര്യം പറയാനുണ്ട്. ഒരു സംശയമാണ്. ഞാൻ ഇന്നലെ പ്രാർത്ഥനയൊക്കെ നമ്മൾ ഒരുപാട് സമയമായിരുന്നല്ലോ അത് കഴിയുമ്പോൾ. അപ്പൊ പ്രാർത്ഥനയൊക്കെ എല്ലാം കഴിഞ്ഞ് കടന്നു. അപ്പൊ നമ്മൾ സോളാർ ലൈറ്റ് ഉമ്മർത്തിട്ടുണ്ട്. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞിട്ട് കിടന്ന സമയത്തുണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. പെട്ടെന്ന് ഗേറ്റ് ഒന്ന് തുറക്കണ സൗണ്ട് കേട്ടു. അപ്പൊ ഈ നേരത്തെ ആരാ വരിക? മോനാണെങ്കിൽ എറണാകുളത്ത് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഇന്നല്ലേ വരുള്ളൂ അത് കഴിഞ്ഞപ്പെട്ട പിന്നെ ആ ജനലിൽ കൂടി ഒരു നിഴല് പോയി. ആ നിഴല് കടന്നു. ഞാൻ അടിച്ച് വേഗം ഫ്രണ്ടിലെ ലൈറ്റ് ഇട്ടു, ബാക്ക് പടിഞ്ഞാറ് വശത്തെ ലൈറ്റ് ഇട്ടു. ബ്രദർ ആരാണെന്ന് അറിയില്ല. ഞാൻ അത് ശേഷം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബ്രദർ. ഇടുപ്പിന് മുകളിൽ തലഭാഗമാണ് കണ്ടത്. എന്താ സംഭവം ഒന്നും അറിയില്ല. ഞാൻ എന്നിട്ട് ഇവരോട് പറയുകയും ചെയ്തു, ഭർത്താവിനോട്. ഭർത്താവ് നല്ല ഉറപ്പായിരുന്നു. സിസ്റ്റർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെവിടേക്കും പ്രാർത്ഥിച്ച് നമുക്ക് ഭയപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വചനം പറഞ്ഞതിനെ വെട്ടിമാറ്റിക്കണം. കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ?
സാക്ഷ്യം പറയുന്നവർ പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇതിൽ അറ്റൻഡ് ചെയ്തതാണ് 4-ാം തീയതി. അപ്പോൾ ഇത് വിഷയം മോൻ്റെ കാര്യങ്ങളാണ്. ആ വിഷയത്തോർത്ത് പ്രാർത്ഥിക്കണം. വലിയൊരു പ്രതിസന്ധിയിലാണുള്ളത്. കർത്താവ് അത്ഭുതമാക്കി മാറ്റും. സിസ്റ്റർ ധൈര്യമായിട്ടിരുന്നോണം. യേശു അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞോണം. എൻ്റെ വിഷയം, കുഞ്ഞിൻ്റെ വിഷയം അത്ഭുതമായി തന്നെ മാറുമെന്നും അതുപോലെ തന്നെ വരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ബ്രദർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരൊക്കെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കും. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കത് ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമുക്ക് ഒരുമിച്ച് മ്യൂട്ടായി പോകുന്നതിന് എന്തിലേക്ക് ആയിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ സാക്ഷി പറയാൻ ഒട്ടും പറ്റിയില്ല, മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിലേക്ക് നിങ്ങൾ അയയ്ക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ